72 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുന്നു പുന്നമടക്കായലിന് തീപിടിക്കാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി ഈ വള്ളംകളിയുടെ വിളംബര യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഇനി ആ സർപ്രൈസ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഇപ്പോൾ പ്രേക്ഷകർ ഈ പമ്പയിൽ കാണുന്നത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ട്രയൽ റണ്ണാണ്. അവർ പരിശീലനം നടത്താൻ പോകുന്നു. തൊട്ട് അടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ക്ലബ്ബായ ആയപ്പറമ്പ് പാണ്ടിയിൽ തുഴയുന്ന മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ് MTBCയുടെ ചുണക്കുട്ടികൾ റിപ്പോർട്ടറിന്റെ ലോഗോയൊക്കെ അണിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ആ വള്ളത്തിലാണ് കയറാൻ പോകുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്നൊരു ഭാഗ്യമാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ചുണ്ടൻ വള്ളങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെയാണ് നമ്മളും അതിലേക്ക് കാൽച്ചുവട് വയ്ക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, 2 ചുണ്ടൻ വള്ളങ്ങൾ ഇതിനകം തന്നെ പമ്പയാറ്റിൽ എത്തിക്കഴിഞ്ഞു. ഒന്ന് ആയാപ്പറമ്പ് പാണ്ടി, മറ്റൊന്ന് കാരിച്ചാൽ ചുണ്ടനിൽ തുഴയുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. PBCയുടെയും MTBCയുടെയും ചുണക്കുട്ടികൾ ഇപ്പോൾ നീറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 72 മണിക്കൂറിനുള്ളിൽ ഈ പുന്നമടക്കായലിന് തീപിടിക്കും. ആ പുന്നമടക്കായലിലെ വേഗരാജാക്കന്മാരെ നമുക്കറിയാം. കാഴ്ചകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇരു കരകളിലുമായി ധാരാളം ആളുകൾ നിരന്നു നിന്നുകൊണ്ട് പുന്നമടക്കായലിൽ നടക്കുന്ന ഈ ജലമഹോത്സവത്തിന്, ജലപൂരത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് 72 മണിക്കൂറുകൾക്ക് മുമ്പ് വള്ളംകളിയുടെ വിളംബര യാത്രയാണ് കേരളം ഒന്നാകെ റിപ്പോർട്ടർ TVയിലൂടെ ലോകമെമ്പാടും വള്ളംകളി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളുടെ കഥകൾ ഒരുപാട് പറയാൻ. ഇത്തവണ കാരിച്ചാൽ ചുഴയുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആവേശത്തിലാണ്. തുടർച്ചയായി 5ാമത്തെ ജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നീറ്റിലിറങ്ങാൻ പോകുന്നത്. അതേപോലെ മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ് MTBCയിലെ ചുണക്കുട്ടികളാണ് എനിക്ക് മുമ്പുള്ളത്. എനിക്കിനി അവരിലേക്ക് പോകണം. ആ സ്ഥലത്തേക്ക് പോയി നമുക്ക് നീറ്റിലേക്ക് ഇറങ്ങാം. അവർ നമ്മളെയും വെച്ചുകൊണ്ടൊരു തുഴച്ചിലുണ്ട്. എല്ലാം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക, നമ്മൾ നീറ്റിലിറങ്ങാൻ പോവുകയാണ്. മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആയപ്പറമ്പ് പാണ്ടിയുടെ ചുണ്ടൻ വള്ളത്തിലേക്ക് റിപ്പോർട്ടർ TV ഈ വിളംബര യാത്രയുമായി പോകുന്നു. ഒരിടത്ത് പ്രേക്ഷകർക്ക് കാണാം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ ചുണ്ടന്റെ ട്രയൽ റൺ, മറ്റൊരിടത്ത് റിപ്പോർട്ടറിന്റെ വിളംബര യാത്ര. നമുക്ക് ഈ ഉത്സവം, ഈ ദിനം ആഘോഷഭരിതമാക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഒന്ന് മാനം ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട്, പക്ഷെ ആവേശം ഒട്ടും മങ്ങിയിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളങ്ങനെ മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആയാപുരം പാണ്ടിയുടെ ചുണ്ടൻ വള്ളത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി പ്രേക്ഷകർക്ക് കാണാം, ഇനി അങ്ങോട്ട് തുഴച്ചലാണ്, ആവേശമാണ്. ഈ വള്ളംകളിയുടെ വിളംബര യാത്ര നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുന്നമടക്കായലിൽ തീപിടിപ്പിക്കാൻ പമ്പാ നദിയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്ന, പള്ളാത്തുരുത്തിയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്ന വള്ളംകളിയുടെ റിപ്പോർട്ടർ TVയുടെ വിളംബര യാത്രയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് തുടങ്ങാം. ഉഷാറാണ്. ഇതിനെ പറയുന്നത് എന്താ? ഇത് ഇടിയൻ. അപ്പൊ ഇടിയന്റെ കാല് ഞാൻ കുറച്ചേരം ഒന്ന് മാറ്റി വെച്ചു, ഇല്ലെങ്കിൽ കാല് ഇടിഞ്ഞ് പൊളിയും. അത്രയ്ക്ക് ആവേശത്തിലാ ഇടി. അപ്പൊ ഇടിച്ചോണ്ടിരിക്കുന്ന ചങ്ങാതിയുടെ പേരെന്താ? രാജീവ്. നമ്മുടെ പേര് ഉല്ലാസ്. വള്ളത്തിന്റെ ക്യാപ്റ്റൻ ആയാപറമ്പ് പാണ്ടിച്ചുണ്ടന്റെ ക്യാപ്റ്റനാണ് നമുക്കൊപ്പം നിൽക്കുന്ന ഡോക്ടർ ഉല്ലാസ് ബി കൃഷ്ണൻ. അപ്പൊ ഉല്ലാസ് ബി കൃഷ്ണന്റെ ഇത്തവണ കാരിച്ചാലിനെ തോപ്പിക്കുകയോ? കാരിച്ചാലിനെ തോപ്പിക്കും ഉള്ള രീതി വലിയ പാടാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ തോപ്പിക്കുക എന്ന് പറയുന്നത് വളരെ, എന്തായാലും വിട്ടുകൊടുക്കരുത്. മങ്കൊമ്പ് തെക്കേക്കര ഭാഗത്തെ ആവേശമാണല്ലോ നിങ്ങൾ. അപ്പം നമ്മളും ശ്രമിക്കും അല്ലേ? ഇപ്പൊ താഴെ പോയനെ. അപ്പോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ആയാപുരമ്പ് പാണ്ടിച്ചുണ്ടൻ വള്ളത്തിലാണ് നമ്മൾ പവർ പാണ്ടിക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനോട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് ഇവർ തന്നെ പറയുന്നു. പക്ഷേ എങ്കിലും പരമാവധി നമ്മുടെ ചുണക്കുട്ടികൾ ശ്രമിക്കും. മാത്രമല്ല വിജയിക്കുന്നതിനൊക്കെ അപ്പുറം പങ്കെടുക്കലാണ്. അതിന് ഞങ്ങൾക്ക് റിപ്പോർട്ടർ TVയോട് അതിയായ ഒരു നന്ദിയുണ്ട്. കാര്യം മടങ്ങിപ്പോയ ഞങ്ങളുടെ ജലമാമാങ്കം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള തുടക്കം കുറിച്ചതും അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മീഡിയയിലൂടെ പടവരുത്തിയും നിങ്ങളാണ്. പ്രത്യേകിച്ച് അരുൺ സാറിനോട് അതിനുള്ള നന്ദിയുണ്ട്. താങ്ക് യു. കാരണം കുട്ടനാടിന്റെ ആവേശമില്ലാതെ, നെഹ്റു ട്രോഫി ഇല്ലാതെ കുട്ടനാടിന് എന്താ ജീവിതം അല്ലേ? ആ ജീവിതത്തിന്റെ ആഘോഷങ്ങൾ നമുക്ക് മറ്റു പല കാരണങ്ങളുടെ പുറത്താണ് നീട്ടിവെച്ചതെങ്കിലും ആ ആഘോഷം തിരിച്ചു വരുന്നു എന്നറിയിച്ചുകൊണ്ടുള്ള വിളംബര യാത്രയാണ് നമ്മളിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കൊല്ലം കോട്ടപ്പുറം ജലപാതയിലൂടെ പമ്പാ നദിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയാപുറമ്പ് പാണ്ടി, പവർ പാണ്ടി എന്നറിയപ്പെടുന്ന ചുണ്ടൻ വള്ളത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. MTBC തുഴയുന്ന പവർ പാണ്ടിയിൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ചുണ്ടവള്ളത്തിൽ കയറുന്നത്. ഇതാണല്ലേ ചുണ്ടവള്ളം? വലിയൊരു ഇത് പവർ പാണ്ടി എന്ന് പറയുന്നത് 83 നീളമുള്ള
54 അങ്കുലം വീതിയുള്ള ചുണ്ടനാണ്. വള്ളസമിതിയുടെ പ്രസിഡന്റ് ശ്രീ അലക്സ് അച്ചായൻ ഇന്ന് അരുൺ സാർ എത്തുന്നതുകൊണ്ട് വള്ളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സാധാരണ ടീമിന് കൈമാറി കഴിഞ്ഞാൽ വള്ളക്കാർ വന്ന് കണ്ടിട്ട് പോകത്തുള്ളൂ. ഇന്ന് റിപ്പോർട്ടർ ടിവിയും സംഘവും സാറിന്റെ നേതൃത്വത്തിലൂടെ വരുന്നതുകൊണ്ട് അലക്സ് അച്ചായനെ കൂടെ വിളിക്കാം. അതിന് മുമ്പ് പ്രേക്ഷകർ ശ്രദ്ധിക്കണം, നമുക്ക് ഇതിനകത്ത് ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി മാത്രമേ നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റൂ. നമ്മൾ തന്നെ കയറുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തിയും ആത്മസമർപ്പണവും ഒക്കെ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളുടെ ഈ വള്ളംകളി വിളംബര യാത്ര തന്നെ കാണാൻ വേണ്ടി വരുന്നു. അങ്ങനാണെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാൻ പോകുന്ന സമയത്ത് എന്തായിരിക്കും ഈ പുന്നമടക്കായലിൽ ഇരു കരകളിലും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തവണ അത് കെങ്കേമമാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ കനത്ത മഴയായിരുന്നു തുടക്കത്തിലൊക്കെ, പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ പുന്നമടക്കായലിൽ നീരണിഞ്ഞുകൊണ്ട് രാജാക്കന്മാർ മിന്നിപ്പാഞ്ഞത്. അലക്സ് ചായ ഇവിടെ ഉണ്ടോ? അലക്സ് ചായൻ അടുത്തുണ്ടോ? പിന്നെ ഇതിനകത്തൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ആകെ എത്ര അംഗമാണ് ഇതിന് വീതി? നമുക്കൊരു പ്രശ്നമില്ല. ഈ വീതി എത്ര അംഗമാണ്? ഇത് 54 അങ്കുലം 54 അങ്കുലം അല്ലേ? 54 അങ്കുലം വീതിയുണ്ട്. നീന്താൻ അറിയോ? നീന്താൻ അറിയും. എനിക്കറിയത്തില്ല. അപ്പൊ എന്നെ കൂടെ രക്ഷിച്ചോണം. 100 പേരുണ്ട് എന്ത് സംഭവിച്ചാലും. അതായത് അതെ കുട്ടനാട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മൾ വെള്ളത്തിൽ വീണ പുഷ്പം പോലെ ബുക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്നൊരു ചായ തന്നിട്ട് വീട്ടിൽ പറഞ്ഞു വിടും. അപ്പോ എങ്ങനെയാ മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ്? മങ്കൊമ്പ് നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഏറ്റുമുട്ടാൻ പോകുന്നത് പള്ളാത്തുരുത്തിയോടും UBC കൈനഗരിയോടും KTBCയോടും ATBCയോടും ഒക്കെയാ. അതും ഈ കുട്ടനാട്ടുകാരല്ലേ, ഈ മങ്കൊമ്പുകാർ കുട്ടനാട്ടുകാർ ഈ പള്ളാത്തുരുത്തിയും UBC കൈനഗരിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടീമാണ് ഇവര്. അപ്പൊ നല്ല പ്രകടനം. അവർ മുൻകാലങ്ങളിലൊക്കെ ഞങ്ങളുടെ ആയവരമ്പ് വണ്ടി വള്ളം കളിച്ചിട്ടുണ്ട്. അന്നേരമൊക്കെ അവർ നല്ല പെർഫോമൻസ് ആണ്. രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് 2019 ജില്ലക്കാരല്ല കേട്ടോ. 2019 മിന്നുന്ന പ്രകടനത്തിലൂടെ ഫോട്ടോ ഫിനിഷിംഗിലൂടെ 1ാം സ്ഥാനം നഷ്ടപ്പെട്ട ചാമ്പ്യന്മാരാണ് നമ്മളോടൊപ്പം ഇപ്പോൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ്. അന്നത്തെ പ്രതാപം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും. കാര്യം നമ്മള് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള ക്ലബ്ബുകൾ വരുമ്പോൾ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ കൂലി കൊടുക്കാതാണ് ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരും ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഞങ്ങളുടെ മങ്കൊമ്പ് തെക്കേക്കര ക്ലബ്ബ് അത് വള്ളംകളിയുടെ കുട്ടനാട്ടുകാരന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ള ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത്. അതായത് കരയ്ക്ക് വേണ്ടി ഞങ്ങൾ കൂലി കൊടുത്തല്ല, ആവേശം വള്ളംകളിയോടാണ് ആവേശത്തിൽ തുഴയുന്നത്. കൂലി കൊടുത്തല്ലാതെ ഞങ്ങൾ ആവേശത്തിൽ, അതായത് ഈ തുഴച്ചിൽ കൂലി കൊടുത്തല്ലാതെ നാടിനു വേണ്ടി കൂലിയില്ലാതെ പണിയെടുക്കുന്ന വിയർപ്പിറ്റുന്ന മനുഷ്യരായിരിക്കും. അവരുടെ വിയർപ്പും പുന്നമടക്കായലിന്റെ വെള്ളവും കൂടി ചേരുമ്പോൾ ഇത്തവണത്തെ പോരാട്ടം അവിസ്മരണീയമാകും എന്നുറപ്പാണ്. 19 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണയും മാറ്റിവെക്കുന്നത്. മൊത്തം 74 വള്ളങ്ങൾ പല ഘട്ടങ്ങളിലായിട്ടുണ്ടോ. ചുണ്ടൻ വള്ളമുണ്ട്, ഓതി വള്ളമുണ്ട്, വെപ്പ് വള്ളമുണ്ട് അല്ലേ. ഓടിവള്ളം എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകർക്കറിയാം. പണ്ട് കാലത്ത് ഈ കവർച്ചയ്ക്ക് വേണ്ടി രാത്രികാലങ്ങളിൽ കവർച്ചയ്ക്കും കാവലിനും ഉപയോഗിച്ചിരുന്ന വള്ളമാണ് ഈ ഓടിവള്ളങ്ങൾ എന്ന് പറയുന്നത്. വെപ്പ് വള്ളങ്ങൾ എന്ന് പറയുന്നത് ചുണ്ടൻ വള്ളങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ചെമ്പശ്ശേരി രാജാവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം വെച്ചുകൊണ്ട് പോയ വള്ളങ്ങളാണ് വെപ്പ് വള്ളങ്ങൾ എന്നറിയപ്പെടുന്നത്. ചുരുളൻ വള്ളങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം വള്ളങ്ങളുടെയൊക്കെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ചുണ്ടൻ വള്ളങ്ങൾ 19 എണ്ണം, പിന്നീട് ഓടിവള്ളങ്ങൾ, വെപ്പ് വള്ളങ്ങൾ, ചുരുളൻ വള്ളങ്ങൾ, ഇതൊക്കെയാണ് നീറ്റിൽ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ 19 ചുണ്ടന്മാരിലെ ഒരു ചുണ്ടനാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആയാപറമ്പ് പാണ്ടി അല്ലേ? ഈ ചുണ്ടൻ ഇപ്പം പണിഞ്ഞിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഒരു 22 വർഷമായിട്ട്. 22 വർഷം പഴക്കമുണ്ട് അല്ലേ? അതെ. അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞു. അറ്റകുറ്റപ്പണി 2015 ഞങ്ങൾ പുതുക്കി പണിതായിരുന്നു. ഈ വള്ളം തന്നെയാണോ നീറ്റിൽ ഇറങ്ങാൻ പോകുന്നത്? വള്ളം തന്നെ. അപ്പൊ നമ്മൾ നെഹ്റു ട്രോഫി വള്ളം കളിയിൽ കാണാൻ പോകുന്ന ആയാപ്പറമ്പ് പാണ്ടി ഇതേ വള്ളമാണ് ഈ 72 മണിക്കൂർ കഴിയുമ്പോൾ പുന്നമടക്കായലിനെ ത്രസിപ്പിക്കാൻ വേണ്ടി നീറ്റിലിറങ്ങാൻ പോകുന്നത്. ആ വള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിളംബര യാത്ര നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കണ്ണുകളും കാതുകളും ആലപ്പുഴയ്ക്ക് കുട്ടനാടിന് സമർപ്പിക്കുവിൻ. 72 മണിക്കൂറുകൾക്ക് ശേഷം പുന്നമടക്കായലിനെ തീപിടിപ്പിക്കാൻ ശരരാജാക്കന്മാരെത്തുന്ന നെഹ്റു ബോട്ട് ക്ലബിന്റെ, നെഹ്റു ബോട്ട് ക്ലബ് സൊസൈറ്റിയുടെ, നെഹ്റു ബോട്ട് വള്ളംകളിയുടെ, നെഹ്റു വള്ളംകളിയുടെ വിളംബര യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രേക്ഷകരോട് ഒരു കഥ പറയാം. കഥയല്ല, നടന്ന സംഭവം. 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നെഹ്റു മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സമയം, അന്ന് 1952 ഡിസംബർ മാസം, നല്ല തണുപ്പുള്ള ദിവസം. അന്ന് നെഹ്റുവും കൊച്ചുമക്കളും കൂടി കേരളം സന്ദർശിക്കാൻ വരുന്നു. അന്ന് കേരളം ഇല്ല, അന്ന് തിരുക്കൊച്ചിയാണ്. തിരുക്കൊച്ചി സന്ദർശനത്തിന് വേണ്ടി വരുന്ന നെഹ്റുവും കൊച്ചുമക്കളും ഇന്ദിരയും അടങ്ങുന്ന കുടുംബം. അപ്പോൾ തിരുക്കൊച്ചി വന്നപ്പോൾ നെഹ്റുവിനൊരു ആഗ്രഹം, കുട്ടനാട് ഒന്ന് പോയി കാണണം. എന്താ കുട്ടനാട് കാണാനുള്ള ആഗ്രഹം? കുട്ടനാട് കാണാനുള്ള ആഗ്രഹം സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കൃഷി ചെയ്യുന്ന, താഴെ കിടക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. അതെങ്ങനെ ഇരിക്കണമെന്ന് കാണണമല്ലോ. അങ്ങനെ നെഹ്റു കുട്ടനാട്ടിലേക്ക് വന്നു. അപ്പോൾ ജലമാർഗമാണ് കോട്ടയത്ത് നിന്ന് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ജലമാർഗം വന്ന് വേമ്പനാട്ട് കായലിൽ വന്നു. അന്ന് മൺട്രോ സാഹിബിൻ്റെ ഒരു വിളക്കുമാടമുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഈ ജോസഫ് പുരിക്കൻ എന്ന് പറയുന്ന കുട്ടനാടിനെ വീണ്ടെടുത്ത ജോസഫ് പുരിക്കനുണ്ടല്ലോ, ആ ജോസഫ് പുരിക്കൻ്റെ സ്വന്തം ബോട്ട് മാർഷൽ
ആ മാർഷൽ ബോട്ടിന്റെ മുകളിൽ കയറിയിരുന്ന് 9 ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് അന്ന് കണ്ടത്. അതായിരുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ നെഹ്റുവിനെ വരവേൽക്കാൻ വേണ്ടി കുട്ടനാട്ടുകാർ ഹൃദയം കൊണ്ട് തുഴഞ്ഞ ആദ്യത്തെ വള്ളം കളി 1982 ഡിസംബർ മാസം. പിന്നീട് അങ്ങോട്ട് ഇതിന്റെ ആവേശം വന്നപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? കഥ കേൾക്കുന്നത് നെഹ്റു ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വള്ളം എത്തിയപ്പോൾ ഈ മാർഷൽ ബോട്ടിൽ നിന്ന് ചാടിക്കേറി ചുണ്ടൻ വള്ളത്തിൽ കയറിയെന്നാണ് അല്ലേ? നടുഭാഗം ചുണ്ടന്റെ ഒത്ത നടുക്ക് കയറി. അപ്പൊ പ്രേക്ഷകർ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും രാഹുൽ ഗാന്ധി ചില സമയത്ത് ആവേശമൊക്കെ കാണിക്കും. ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ബ്ലഡിന്റെ ഗുണമാണ് എന്ന് നമുക്ക് പറയും അല്ലേ? ആവേശം വരുന്ന സമയത്ത് പുള്ളി ഇറങ്ങി ആൾക്കാരുടെ ഒപ്പം ചേരുന്നു. അതാണ് നെഹ്റുവിന്റെ ആ ലെഗസി എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് വള്ളം തുടങ്ങി. ഭാരത് ജോഡോ യാത്ര സമയത്ത് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാൽ സാറും കൂടെ വള്ളം തുഴഞ്ഞു ഇവിടെ. അപ്പോ അങ്ങനെയാണ്. പക്ഷെ അപ്പോഴും ഇത് അറിയപ്പെട്ടത് നെഹ്റു ട്രോഫി എന്നല്ല. 1952 അതിനുശേഷം നെഹ്റു അങ്ങ് ഡൽഹി പോയി, തിരിച്ചു സുന്ദരമായ ഓർമ്മകളുമായി പോയത്. മാത്രമല്ല അന്ന് ആലപ്പുഴയിൽ നിന്ന് ഈ വേമ്പനാട്ടിൽ നിന്ന് കൊച്ചി വരെ ഇവിടെയുള്ള മനുഷ്യർ ചുണ്ടൻ വള്ളം തുഴഞ്ഞാണ് അദ്ദേഹത്തെ യാത്ര അയച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അത്ര ആതിഥ്യ മര്യാദ ഉള്ളിൽ പേറുന്ന മനുഷ്യരാണ് കുട്ടനാട്ടുകാരെന്ന് പറയുന്നത്. ആ കുട്ടനാടിന്റെ നെഹ്റു ട്രോഫി എങ്ങനെ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയും? അതുകൊണ്ടാണ് റിപ്പോർട്ടർ ടിവിയും നെഹ്റു ട്രോഫി വള്ളം കളി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതും തുടർച്ചയായി ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചതും നമ്മൾ സർക്കാരിനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. വയനാടും ചൂരൽമലയും ഒക്കെ വീണ്ടെടുക്കാം, പക്ഷേ കുട്ടനാടിനെ കൈവിടരുത്. ഒടുവിൽ സർക്കാർ ഇത് കേട്ടു, അംഗീകരിച്ചു. സർക്കാർ കുട്ടനാടിനോടൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ നെഹ്റു ട്രോഫി വള്ളം കളി ഉദ്ഘാടനം ചെയ്യാൻ വലിയ ആർഭാടമൊന്നുമില്ലെങ്കിലും ഇത്തവണത്തെ വള്ളം കളി ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, നെഹ്റു അങ്ങനെ ഡൽഹി പോയപ്പോൾ വലിയ ഓർമ്മകൾ, സുന്ദരമായ ഓർമ്മകളായി. ഈ ജലപ്പരപ്പിലൂടെ സഞ്ചരിച്ചാൽ ആർക്കും ഓർമ്മയുണ്ടാവും. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുവഴിയൊക്കെ ഒന്ന് സഞ്ചരിക്കണം, അപ്പോഴാണ് മനസ്സിനെ കുളിരണിയിക്കുന്ന ഓർമ്മകൾ കിട്ടുക. അങ്ങനെ നെഹ്റു ആ ഓർമ്മയുമായിട്ട് പോയപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചു കൊടുത്തത് ഒരു വെള്ളി ശില്പത്തിൽ തീർത്ത ചുണ്ടൻ വള്ളമാണ്. വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളം അദ്ദേഹത്തിന്റെ ഒപ്പിട്ട് ഒരു വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളം കൊടുത്തു. അത് അന്നത്തെ കൊല്ലത്ത് പേഷ്കാരായിരുന്ന ഒരു ചെല്ലപ്പൻ നായരുണ്ട്. ആ ചെല്ലപ്പൻ നായർക്കാണ് അയച്ചു കൊടുത്തത്. ആ ട്രോഫിയെ അറിയപ്പെടുന്നത് പ്രൈം മിനിസ്റ്റർ ട്രോഫി എന്നാണ്. 1954 പിന്നീട് മത്സരം നടന്നു. അന്ന് പക്ഷേ വട്ടക്കായലിലാണ് മത്സരം നടക്കുന്നത്. പിന്നീട് 55 ഈ പുന്നമടക്കായലിലേക്ക് മത്സരം വരുന്നതും വള്ളം കളി ഉണ്ടാകുന്നതും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം ധാരാളം ആളുകൾ, വിനോദസഞ്ചാരികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരൊക്കെ ഈ കാഴ്ചകൾ കാണാൻ നമുക്കൊപ്പമുണ്ട്. അതാണ് ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് അത് നെഹ്റു 1969 ശേഷം പ്രൈം മിനിസ്റ്റർ ട്രോഫി പിന്നീട് നെഹ്റു ട്രോഫിയായി മാറി എന്നതാണ് ചരിത്രം. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളി നടക്കാൻ പോകുന്ന കുട്ടനാട്ടിലാണ്, പമ്പയിലാണ്. ഇതാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അവരുടെ മാസ് ട്രയൽ റൺ ആരംഭിച്ചു അല്ലേ? അവരെ കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. മനുഷ്യരല്ലേ ഡോക്ടർ? അതെ, നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലെ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാര് മാസ് ട്രയൽ നടത്തുകയാണ്. മനോജാശാനും വിനോദാശാനും പിന്നെ വിനോദ് സാറും നമ്മുടെ ഹിരൺ സാറും അടക്കമുള്ള ആളുകൾ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പിള്ളേരെ കൊണ്ട് ഇക്ഷാറ വരപ്പിച്ചാണ് പരിശീലനം കേൾക്കുന്നത് അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തുഴഞ്ഞു പോകുന്നു. നമുക്കൊരു മാസ് ട്രയലാണ് അവർ ഇതുവരെ കാഴ്ചവെച്ചത്. ഇരു കരകളിലാണെങ്കിലും രണ്ട് വള്ളങ്ങളിലാണെങ്കിലും ഈ മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് അത്രമേൽ വലിയ ആത്മബന്ധമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കരക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന കാഴ്ച അത്രമേൽ ഐക്യത്തോടു കൂടിയുള്ളൊരു കാഴ്ചയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകത്ത് ഇങ്ങനെയൊരു ജലമാമാങ്കം, ലോകത്ത് ഇങ്ങനെയൊരു ജലപൂരം മറ്റൊരിടത്തും ഉണ്ടാവില്ല. നിങ്ങളുടെ നാട്ടിലേക്ക് കായലുണ്ടാവും, നിങ്ങളുടെ നാട്ടിലേക്ക് പുഴയുണ്ടാവും, പക്ഷേ ഞങ്ങളുടെ നാട്ടിൻ്റെ ഈ വള്ളം കളി നിങ്ങൾ വന്ന് കാണണം. All visitors, especially all tourist people, you please come to Kerala. People who are watching this boat race from different corners of the world, please come to Kuttanad and watch this exciting water sport in the world where 400 members compete in the final round. This is the only water sport in the world where 400 people compete in the final round. No other sports events in the world can match this exciting boat race. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഞാൻ പറഞ്ഞത് വിദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വരട്ടെ. നോക്കൂ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ആവേശകരമായ തുഴച്ചിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 72 മണിക്കൂറിനുള്ളിൽ ഈ നെഹ്റു ട്രോഫിയിൽ ഈ പുന്നമടക്കായലിൽ തീപിടിപ്പിക്കാൻ പോകുന്ന മത്സരം, ആ തീപിടിപ്പിക്കാൻ പോകുന്ന മത്സരത്തിന്റെ ആവേശം ഇപ്പോഴും ആ തുഴച്ചിലിൽ പ്രേക്ഷകർക്ക് കാണാം. ഒരു വള്ളപ്പാടകളെ നമ്മളുടെ മങ്കൊമ്പ് ബോട്ട് ക്ലബിനെ പിന്നിലാക്കിക്കൊണ്ട്, ഞങ്ങൾ പിന്നിലായതല്ല, ഞങ്ങൾ ഇപ്പോൾ പിന്നിലാവാൻ വേണ്ടി തീരുമാനിച്ചതാണ്. കാരണം എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ ഞാനും വെള്ളത്തിൽ പോകും, ഞങ്ങളുടെ ക്യാമറമാരും വെള്ളത്തിൽ പോകും. ഈ വേഗത്തിലൊന്നും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സാവധാനം പോയതാ അല്ലേ? അത് കണ്ടപ്പോ ഒന്ന് പക്ഷെ അതിനോട് ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ പോകും, ഞങ്ങളെ പിടിക്കാൻ വലിയ പാടാ. ഞങ്ങളുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ഉണ്ടല്ലോ. ലീഡിംഗ് ക്യാപ്റ്റൻ, നമസ്കാരം. നമസ്കാരം, ഞാൻ ലിനു ജോസഫ്. സാറ് മുമ്പേ പറഞ്ഞതിൽ ഒരു സങ്കടം ഞാൻ ഉണർത്തിച്ചോട്ടെ. ഓ, ഞാൻ പറഞ്ഞതിൽ സങ്കടം ഉണ്ടോ? അല്ല, പറഞ്ഞല്ല. നെഹ്റു ട്രോഫി
തുടക്കക്കാരനായിട്ട് നെഹ്റു ചാടിക്കേറിയ നടുഭാഗം ചുണ്ടനെ കുറിച്ച് സാർ പറഞ്ഞു. ആ നടുഭാഗം ചുണ്ടൻ ഇപ്പോൾ ആ നടുഭാഗം കരയിലിരുന്ന് ദ്രവിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചുണ്ടൻ സ്മാരകമാക്കുമെന്ന് തോമസ് ഐസക് മന്ത്രിയായിരുന്ന സമയത്ത് ആലപ്പുഴ ഒരു ബോട്ട് മ്യൂസിയം ആക്കി ആ ബോട്ട് മ്യൂസിയത്തിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ് ആ ചുണ്ടൻ വള്ളത്തെ മാറ്റുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ വള്ളം ഇപ്പോഴും അവിടെ ഇരുന്ന് ദ്രവിച്ചുകൊണ്ടിരിക്കുക. തോമസ് ഐസക് മന്ത്രിസ്ഥാനം മാറി ആ പദ്ധതി, അതായത് നെഹ്റു ചാടിക്കേറിയ നടുഭാഗം ചുണ്ടൻ ഇപ്പോൾ മ്യൂസിയം ആകാതെ ദ്രവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ തവണയും ഈ വിഷയം കഴിഞ്ഞ തവണ വള്ളം കളിക്ക് വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ. മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ പോയി ആ വാർത്തയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് അത് സർക്കാരിനോട് കാര്യമായിട്ടൊന്ന് ഉണർത്തിക്കണം. മാത്രമല്ല കോൺഗ്രസിന് വേണമെങ്കിലും വിചാരിച്ചാലും കുറച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സംഭവം കാത്തു സൂക്ഷിക്കാം. നമ്മുടെ എം പിക്ക് പറ്റും. തീർച്ചയായിട്ടും സി വേണുഗോപാൽ എം പി അങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ ഒരു സങ്കടം കൂടി ഈ ദിവസം അങ്ങയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. ഈ നെഹ്റു ചാടിക്കേറിയ 1952 നടുഭാഗം ചുണ്ടന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് ദ്രവിച്ചു പോകുന്ന അവസ്ഥയിലാണ്. ബഹുമാനപ്പെട്ട എം പി കൂടി ഇടപെട്ടുകൊണ്ട് നമുക്കിതിനെ മ്യൂസിയമാക്കി മാറ്റിയാൽ ഓർമ്മകൾക്ക് വല്ലാത്ത സുഗന്ധവും ആവേശമായിരിക്കും സർ. നമുക്ക് ഈ മനുഷ്യരുടെ ഓർമ്മകൾക്കൊപ്പം നിൽക്കാനും ശ്രമിക്കാം. അത് ബഹുമാനപ്പെട്ട എം പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ശ്രദ്ധയിലും പെടുത്തുന്നു. കുട്ടനാട്ടുകാരനായ സജി ചെറിയാൻ ഈ വികാരം മനസ്സിലാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം മുൻകൈ എടുക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. നമ്മൾ സജി ചെറിയ മനുഷ്യരോട് ചോദിക്കുകയും ചെയ്യും. ജനങ്ങളുടെ ഒരു വികാരമല്ലേ ആ ഒരു വള്ളംകളി എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ മുഴുവൻ വികാരം. പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റു, ഇതിന്റെ തുടക്കക്കാരനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഇവിടെ വന്ന് ആ വള്ളത്തെ കയറി ആ വള്ളം ഇരുന്ന് നശിക്കുന്നത് കാണുമ്പോഴത്തേന് തുഴച്ചിൽക്കാരെന്നുള്ള രീതിയിൽ അല്ലെ വള്ളംകളി പ്രേമി എന്നുള്ള എല്ലാവരുടെയും ചങ്ക് പൊടിയുന്ന ഒരു സംഭവമാണ്. ജോസഫ് മാഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഓർമ്മയായി നടുഭാഗം ചുണ്ടനെ ഒരു മ്യൂസിയമായി വരുന്ന തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അത്ര എക്സൈറ്റിംഗ് ആണ് അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ കലയും ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നെഹ്റുവിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ ഈ നാടിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന്. അത് ഓർമ്മകളിൽ നിന്ന് പക്ഷേ അദ്ദേഹം ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടം വരെയും ആ ഓർമ്മകളിൽ ഈ നെഹ്റു ട്രോഫി വള്ളം കളിയുടെ അഥവാ ആദ്യം അദ്ദേഹത്തെ സ്വീകരിച്ച വള്ളം കളിയുടെ ഓർമ്മകൾ ഉണ്ടാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ പമ്പാ നദിയിലൂടെ കന്നിട്ട ബോട്ട് ജെട്ടിയിലേക്കാണ് പോകുന്നത്. കന്നിട്ട ബോട്ട് ജെട്ടിയിൽ നമ്മൾ ഇറങ്ങും. ഇപ്പോൾ പള്ളാത്തുരുത്തിയിലെ നമ്മുടെ ബോട്ട് ക്ലബ്ബിലെ തരങ്ങൾ ഏകദേശം എത്ര കിലോമീറ്റർ അവർ തുഴഞ്ഞു വന്നിട്ടുണ്ടാവും? ഇപ്പം ഉല്ലാസേ, എത്ര ദൂരം തുഴഞ്ഞു വന്നിട്ടുണ്ടാവും ഇവര്? എത്ര ദൂരം തുടങ്ങി കാണും? ഏകദേശം ഒരു 1.5 കിലോമീറ്റർ. മനോജാശാനെ സുഖമല്ലേ? മനോജാശാനുണ്ട്, നമ്മുടെ വിനോദാശാനുണ്ട്, ഒപ്പം ഹരനാശാനുണ്ട്. അപ്പം ഗംഭീരമായ പെർഫോമൻസ് ആണ്. ഓക്കെ, 1.5 കിലോമീറ്ററോളം തുഴഞ്ഞു വന്നൊരു ട്രെയിൽ കഴിഞ്ഞു. ഇങ്ങനെ ഒരു 2-3 തവണ ഇവര് ഈ പള്ളാത്തുരുത്തിയുടെ ട്രെയിനിങ് അപാര ട്രെയിനിങ് എന്നാണ്. ഭയങ്കര ട്രെയിനിങ്, ഒരു രക്ഷയില്ല. പ്രൊഫഷണൽ രീതി എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ജിജി സാറാണ് പണ്ട് ജീസസ് ബോട്ട് ക്ലബ്ബ് ഉണ്ടാക്കിയ ജിജി സാറാണ് ആദ്യം പ്രൊഫഷണൽ മേഖലയിലേക്ക് മാറ്റിയത്. പക്ഷേ ഇന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് പള്ളാത്തുരുത്തിയാണ്. UBCയും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പോകുന്നവരാണ്. എനിക്കൊന്ന് ഉല്ലാസം ഇപ്പോൾ നിൽക്കുന്നത് വേറൊരു എതിർപ്പാളയത്തിലുള്ള ബോട്ട് ക്ലബ്ബിലാണെങ്കിലും അവരുടെ ട്രെയിനിങ്ങിനെയും ആ കരുത്തിനെയും ഒക്കെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് പ്രൊഫഷണലായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വള്ളം കളി തരും. 4 വർഷമായിട്ട് ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫി കൈയടക്കുന്നതിൻ്റെ കാരണം അവരുടെ ഈ ചിട്ടയൊപ്പിച്ചിട്ടുള്ള ട്രെയിനിങ്ങാണ്. അതേപോലെയാണ് UBC കാറ്റഗറി. കഴിഞ്ഞ തവണ UBC കാറ്റഗറി 1ാം സ്ഥാനത്ത് വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. നമ്മളൊക്കെ വാതുവെച്ചു UBC കാറ്റഗറി വരും എന്നാണ് കരുതിയത്. പക്ഷേ കാര്യം ഉണ്ടായില്ല. 3ാം സ്ഥാനത്തേക്ക് പോയി UBC കാറ്റഗറി. പക്ഷേ ഇത്തവണ UBC കാറ്റഗറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിലും ഫോട്ടോ ഫിനിഷിൽ 1ാമത് വരുമെന്നാണ് UBC കാറ്റഗറി. ഇത്തവണ UBC കാറ്റഗറി ആർക്ക് വേണ്ടി തുഴയുന്നതെന്ന് അറിയാമോ? തലവടി ചുണ്ടന് വേണ്ടിയിട്ടാണ് ഇത്തവണ ഇറങ്ങുന്നത്. വിയാപുരം ചുണ്ടന് വേണ്ടി കഴിഞ്ഞ തവണ ഇറങ്ങിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ വരാൻ പോകുന്നത്. ആർക്ക് വേണ്ടി വരാൻ പോകുന്നത്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ കാരിച്ചാലിന് വേണ്ടി രംഗത്തിറങ്ങാൻ പോകുന്നത്. കാരിച്ചാലിന് വേണ്ടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇറങ്ങും. തലവടി ചുണ്ടന് വേണ്ടി UBC കൈനഗരി ഇറങ്ങും. ആയാപ്പറമ്പ് പാണ്ടിക്ക് വേണ്ടി മങ്കൊമ്പ് തെക്കേക്കര ഇറങ്ങും. അപ്പോൾ ആലപ്പുഴ ബോട്ട് ക്ലബ്ബുണ്ട്, അതേപോലെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുണ്ട്. അങ്ങനെ 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 പ്രിയപ്പെട്ടവരെ, പുന്നമടക്കായലെ തീപിടിപ്പിക്കാൻ വേണ്ടി കുട്ടനാട്ടുകാർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ പള്ളാത്തുരുത്തിയുടെ തട്ടകമാണ്. കന്നിട്ട ജെട്ടി എന്ന് പറഞ്ഞാൽ പള്ളാത്തുരുത്തിയുടെ ആവേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ഈ പ്രദേശമാണ് അവരുടെ ഒരു പ്രദേശമാണ്. അവിടുത്തെ കായിക പ്രേമികളും അവിടുത്തെ സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ടാണ് ആ ടീമിനെ വിജയത്തിലേക്ക്. നാടിന്റെ ആവേശമാണ്. നാടിങ്ങനെ ചേർന്ന് നിന്നാൽ പിന്നെ വേറെ ഒന്നുമില്ല. നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലെ എൻ്റെ സാറേ പിന്നെ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ആ 85 തുഴച്ചിൽക്കാര് 83 കോല് നീളമുള്ള ചുണ്ടൻ വള്ളത്തിലോട്ട് അങ്ങോട്ട് കയറി താളമൊപ്പിച്ച് പ്രാസമൊപ്പിച്ച് തുഴയങ്ങോട്ട് എറിഞ്ഞെറിഞ്ഞു പോകുന്ന കാഴ്ചയല്ലാതെ പള്ളാത്തുരുത്തി വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. നീറ്റിൽ ഫോട്ടോ ഫിനിഷിങ്ങിൽ UBC കൈനഗരിയെ പിന്തള്ളി പള്ളാത്തുരുത്തി വരുമ്പോൾ ഈ പോലീസുകാരെ പിന്തള്ളി കൈനഗരി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ചരിയും, ചെറിയ വീതിയേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കയറുന്ന ആളുകൾക്ക് ചില ടെൻഷൻ ഉണ്ടാവും. ഈ ചുണ്ടൻ വള്ളത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് ടെൻഷൻ മാറി. പിന്നെ നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോൾ
ആവുമ്പോ പിന്നെ എന്തിനാ കുട്ടനാട്ടുകാർ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഏത് വെള്ളത്തെയാ പേടിക്കേണ്ടത് അല്ലേ? വീഴുമ്പോൾ തന്നെ ഞങ്ങളെ വെള്ളത്തിലെടുത്തിട്ട് നീന്തി കീഴുന്നവരെ വളർത്തും. അതാണ് കുട്ടനാടിന്റെ അല്ലേ. നമ്മൾ കുട്ടനാട്ടിലെ ഒരു ചേട്ടൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ വെള്ളത്തിന് മീതെ ഇരിക്കും തോണി എന്നുള്ളതാണ് കുട്ടനാടിന്റെ പ്രമാണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പേടിയില്ല, കുട്ടനാട്ടുകാരെ കണ്ടാൽ നമ്മുടെ പേടിയൊക്കെ പോകും എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മളിനി കന്നിട്ട ബോട്ട് ജെട്ടിയിലേക്ക് ഇറങ്ങാൻ പോകുന്നു. കന്നിട്ട ബോട്ട് ജെട്ടിയിൽ നമ്മളെ കാത്ത് കുറച്ച് പേര് നിൽപ്പുണ്ട്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചുണക്കുട്ടികളെ വാർത്തെടുക്കുന്ന, അവരെ സ്നേഹം കൊണ്ട് അവരെ ഊട്ടുന്ന, അവർക്ക് ആവേശം നൽകുന്ന പള്ളാത്തുരുത്തി ജനത നമ്മൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ പേര്? പള്ളാത്തുരുത്തി ജയിക്കൂലേ ഇത്തവണ? പള്ളാത്തുരുത്തി ജയിക്കണ്ടേ? പള്ളാത്തുരുത്തി ജയിക്കണം. ഹലോ, കുഞ്ഞാവിന്റെ പേരെന്താ? കുഞ്ഞാവിന്റെ കുട്ടിയുടെ നാളെ നോക്കിയേ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. സുഖല്ലേ? സുഖം തന്നെ. ബോട്ട് വള്ളംകളി വന്നു അടുത്ത് സന്തോഷമായില്ലേ? സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇത്തവണത്തെ 5ാമത്തെ ട്രോഫി പള്ളാത്തുരുത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഉറപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ശ്രമങ്ങളും, എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ്. കൈനകരിക്കാർ കാണുന്നുണ്ട്. കൈനേരിക്കാർ കണ്ടാൽ കുഴപ്പമില്ല. ഇത്തവണത്തെ കപ്പ് പള്ളാത്തുരുത്തിനുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റമില്ല. കാരിച്ചാല്. നമസ്കാരം ചേച്ചി. നമസ്കാരം. പള്ളാത്തുരുത്തി കപ്പടിക്കുവോ? പിന്നെ ഉറപ്പാണോ? ചേച്ചി തുഴയാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ഇപ്പോഴും ഇറങ്ങാറുണ്ടോ? ഇപ്പൊ ഇറങ്ങിയിട്ടില്ല. അല്ല, വള്ളംകളിക്ക് തുഴയാൻ ഇറങ്ങിയിട്ടുണ്ടോ? ഓടിയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയിട്ടില്ല. അരക്കിയത് പാടും. കരയ്ക്ക് നമ്മൾ തുഴയും അല്ലേ? പിന്നെ കരയ്ക്ക് പാടുകയും ചെയ്യും. നമുക്കൊരു പാട്ടോട് കൂടി തുടങ്ങിയാലോ? എന്താ? അപ്പോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്നിട്ട ബോട്ട് ജെട്ടിയിലാണ്. കന്നിട്ട ബോട്ട് ജെട്ടി പ്രദേശം എന്ന് പറയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ആവേശമാണ്. അവരുടെ ബൂസ്റ്റും സീക്രട്ടുമാണ്, എനർജിയുടെ സീക്രട്ടാണ് ഈ പള്ളാത്തുരുത്തിയിലെ നാട്ടുകാർ. ഈ നമ്മുടെ മങ്കൊമ്പ് തെക്കേക്കരക്കാർ പറഞ്ഞതുപോലെ ആ വള്ളത്തിലാണ് നമ്മൾ വന്നതെങ്കിൽ, ആയാപുരം പാണ്ടിയിലാണ് നമ്മൾ വന്നതെങ്കിലും അവർക്ക് പള്ളാത്തുരുത്തിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, പള്ളാത്തുരുത്തി നാട്ടുകാർ ഒരുമിച്ച് നിന്നാണ് ആ ബോട്ട് ക്ലബിനെ ഊട്ടുന്നത്. മങ്കൊമ്പ് എങ്ങനെയാണോ മങ്കൊമ്പ് തെക്കേക്കരെ ഊട്ടുന്നത് എന്നതുപോലെ. അപ്പോൾ നമ്മൾ ഒരു പാട്ടിൽ തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മുടെ പാട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ കന്നിട്ടക്കാരാണ് അല്ലേ? നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ്. നമ്മുടെ ഇടിച്ചു പാടുന്നത്. ഇപ്പൊ ഇടിച്ച ഈ ടൈല് പൊട്ടും. അവിടെ പലകയുണ്ട്, നമുക്ക് ആ പലകയിലോട്ട് പോയാലോ? അപ്പൊ ഇവിടെ ഉണ്ട്, പലകയുണ്ട്. പലകയിൽ ഇടിച്ചൊരു പാട്ട്. നമ്മളിപ്പോ വള്ളത്തിൽ നിന്നൊരു ഇടിച്ചു പാട്ട് കേട്ടല്ലോ. അതുപോലെ നമുക്ക് ഇവിടെ വെച്ച് പാടിയാലോ? നമ്മുടെ പേരെന്താ? നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബാണോ? ഞങ്ങള് കലാക്ഷേത്ര വഞ്ചിപ്പാട് സംഘം, ആലപ്പുഴ കുട്ടനാട്. കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം ആലപ്പുഴ കുട്ടനാട്ടുകാരാണ് നമുക്കപ്പോൾ ഉള്ളത്. കന്നിട്ട ബോട്ട് ക്ലബിലാണ് നിൽക്കുന്നത്. കേട്ടോ, ഈ ദൃശ്യങ്ങളൊക്കെ ആലപ്പുഴയിൽ എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സജിത്താണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഇത് ഉഷാറായില്ലേ? ഇപ്പൊ താങ്കൾക്ക് കുട്ടനാട്ടിൽ കുറച്ചുകൂടി വിലയൊക്കെ ഉയർന്നു എന്ന് കേട്ടു. നമ്മൾ കുട്ടനാടിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവർ നമ്മളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. എന്തോന്ന് പറയാൻ ഈ കരയുടെ ഒരു ആവേശം, അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ട് അവര് സാറിനൊരു സ്വീകരണം, നമ്മളാണല്ലോ ഈ അത് റിപ്പോർട്ടറിന് വേണ്ടി, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി, സർക്കാരിന് വേണ്ടി നമ്മൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. എന്താ അങ്ങയുടെ പേര്? അഭിലാഷ് അശോകൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ എക്സിക്യൂട്ടീവ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ടിവിക്ക് വേണ്ടി, റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മൾ ഈ നെഹ്റു ട്രോഫിക്ക് വേണ്ടി നമ്മൾ നടത്തിയ ശ്രമങ്ങൾക്ക്, പ്രേക്ഷകർ നടത്തിയ ശ്രമങ്ങൾക്ക് ഒപ്പം സർക്കാരിന് വേണ്ടി നമ്മൾ ആ സ്വീകരണം പള്ളാത്തുരുത്തിയിൽ ഏറ്റുവാങ്ങുകയാണ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത് കുട്ടനാടിന്റെ സ്നേഹമായി നമ്മൾ കഴുത്തിലണിയുന്നു. നമുക്കിനി നേരെ ഇടിച്ചുള്ളൊരു പാട്ട് കേട്ടാലോ? എന്താണ് നമ്മുടെ സംഘടനയുടെ പേര്? കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം. കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ പാട്ടോടുകൂടി കുട്ടനാട് കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം, കുട്ടനാട്, ആലപ്പുഴ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇടിച്ചുള്ള പാട്ട്. ഈ ഇടി ഇതിൽ മാത്രമേ ഇടിക്കത്തുള്ളൂ? വീട്ടിലും ഇടിയുണ്ടോ? ഇല്ല. വീട്ടിൽ ഇടിയൊന്നും ഇല്ല. സൗഹൃദമാണ് എല്ലാവരും. ഹെൽപ്പാണ് എല്ലാവരും. അപ്പോ നെഹ്റു ട്രോഫിക്ക് വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര യാത്ര നമ്മൾ തുടരുന്നു. നമ്മളിപ്പോൾ കന്നിട്ട ബോട്ട് ജെട്ടിയിലാണ് നിൽക്കുന്നത്. കന്നിട്ട ബോട്ട് ജെട്ടിയിൽ പള്ളാത്തുരുത്തിയുടെ ഹൃദയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിനി അങ്ങോട്ട് ഇടിച്ചൊരു പാട്ട് പാടാൻ പോവുകയാണ്. ഇടിച്ചു കുത്തി പാടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ വടി ഇടിച്ചുള്ള പാട്ട്, കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം. നമുക്ക് തുടങ്ങാം. ആരാ ഇടിക്കുന്നത്? ഇത് ഇടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഉരലിൽ ഈ അരി ഇടിക്കുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പോഴും ഈ ഉരലൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഇവിടെ കുട്ടനാട്ടിൽ ഉരലുണ്ടോ? ഉരല് ചേച്ചി? ആണല്ലേ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടോളൂ. വഞ്ചിപ്പാട്ട് സംഘം വള്ളത്തിൽ ആവേശത്തിൽ തുഴയെറിയുമ്പോൾ കരയ്ക്ക് നിൽക്കുന്ന പെണ്ണുങ്ങൾ ഈ പലപ്പോഴും ഇടിച്ചു പാടുന്ന പാട്ടുകൾ നിങ്ങൾക്ക് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേട്ടോളൂ. വിളംബര യാത്രയുടെ ഭാഗമായിട്ടുള്ള ഇടിച്ചുകുത്തിയുള്ള പാട്ട്. വന്നാട്ടെ കലാക്ഷേത്രയിലെ കലാകാരികൾ.
എല്ലാവരും വന്നാട്ടെ. ഓക്കെ, എല്ലാവരുടെയും പേരൊക്കെ ചോദിക്കണമെന്നുണ്ട്, നമുക്ക് പിന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് പാട്ട് പാടി തുടങ്ങിയാലോ? ഇത്തവണ പള്ളാത്തുരുത്തി ജയിക്കുമോ? ഉറപ്പാണ്. ഉറപ്പ്. ചേച്ചി പള്ളാത്തുരുത്തി അല്ലല്ലോ. ഞങ്ങള് കുട്ടനാട്ടുകാരല്ലേ? അപ്പൊ കൈനകരിക്കാര് ഞങ്ങളെല്ലാം കുട്ടനാട്ടുകാരാണ്. നാടെവിടെയാ? കുട്ടനാട്ടിൽ എവിടെയാ? ഏത് കരയില? രാമങ്കരി. അപ്പൊ രാമങ്കരി ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. ഇല്ല, രാമങ്കരി പള്ളാത്തുരുത്തിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതെ. അപ്പൊ പള്ളാത്തുരുത്തിക്ക് പിന്തുണ രാമങ്കരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ പാട്ട്. റെഡി, തുടങ്ങാം. കുട്ടനാടിന്റെ വിവിധ മേഖലയിലുള്ളവരാണ് ഈ വഞ്ചിപ്പാട്ട് സംഘത്തിലുള്ളത്. UBC കൈനകരി ജയിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? UBC കൈനകരിക്കാർ പോലും പള്ളാത്തുരുത്തി ജയിക്കുമെന്നാണ് പറയുന്നത്. ചെറിയ നാടകമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൈനകരി നല്ല ഗംഭീര പെർഫോമൻസ് ആണ് ഇത്തവണ യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനകരി. അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് തുടങ്ങാം. ചേച്ചി റെഡി? മത്സരമല്ലേ, അപ്പം ആരും ജയിക്കാം. അതിനകത്ത് നമ്മള് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും കേട്ടോ ഇത്തവണ. UBC കൈനകരിയും പള്ളാത്തുരുത്തിയും ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും അങ്ങനെ നീറ്റിലിറങ്ങുമ്പോൾ ആവേശം അഗ്നിസ്ഫുലിംഗങ്ങളാകും പുന്നമടക്കായലിൽ. അപ്പോൾ തുടങ്ങാൻ ചേച്ചി റെഡിയല്ലേ? റെഡി, 1 2 3. കൈയൊക്കെ കൊടുക്കുന്നു. സാഹസികമായ എന്തോ പരിപാടിയാണ്. തുടങ്ങാം. റെഡി, ഓക്കെ. ശരി, റെഡി. ഓക്കെ, റെഡി. സൂപ്പർ ഗംഭീരമായി. എന്താ അറിയോ ചേച്ചി, ഞാൻ ആലോചിച്ചതേ ഈ പാട്ടിന്റെ ഇടയിലേ ഈ ഇടിക്കുന്നതിനിടയില് ഒരു 100 കിലോ അരി ഇവിടെ കൊണ്ടിട്ടിരുന്നെങ്കിൽ ഇപ്പൊ പൊടിഞ്ഞു വന്നേനെ അല്ലേ? ആവേശകരമായ പാട്ടായിരുന്നു. ഗംഭീരം ചേച്ചി, തകർത്തു. അപ്പോൾ വഞ്ചിപ്പാട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ തിരുവനന്തപുരത്തിരുന്നോ കോഴിക്കോടിരുന്നോ വഞ്ചിപ്പാട്ട് പഠിക്കരുത്. പഠിക്കുന്നെങ്കിൽ കുട്ടനാട്ടിൽ വന്ന് പഠിക്കണം. അപ്പോൾ ഇതാണ് ആത്മാർത്ഥമായ സ്നേഹമുള്ളൊരു നാട്ടുകാർ ഈ നെഹ്റു ട്രോഫിയെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നെഹ്റു ട്രോഫിയുടെ ആ തീപിടിപ്പിക്കുന്ന പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാത്തിരിക്കല്ലേ? റെഡിയല്ലേ? കലോത്സവ വേദിയിലൊക്കെ ഗംഭീരമാണ്.
നിങ്ങളെ പാട്ട് പഠിപ്പിക്കും? കുട്ടനാട്ടിൽ നിന്ന് എന്ന ആൾക്കാർ പഠിപ്പിക്കും എല്ലാ സ്കൂളിലും എല്ലാ ജില്ലയിലെ സ്കൂളിൽ പോയി പഠിപ്പിക്കാറുണ്ട്. ആ തലമുറയും ആ പാട്ടും ഒക്കെ അന്യം നിൽക്കരുത്. തീർച്ചയായിട്ടും ഇവരെ പോലുള്ളവരുടെ അനുഭവ പരിചയവും പാട്ടിന്റെ താളവും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. അപ്പൊ താങ്ക് യു ചേച്ചി. അപ്പൊ ഗംഭീരമായി പൈതൃക കലയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി സന്തോഷം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത് സെപ്റ്റംബർ മാസം 25-ാം തീയതി 1200 ആണ്ട് കന്നിമാസം 9-ാം തീയതിയാണ്. ഇന്ന് ബുധനാഴ്ചയാണ്. ഇനി 72 മണിക്കൂറൂടെ കഴിഞ്ഞാൽ പുന്നമടക്കായലിൽ തീപിടിപ്പിക്കുന്ന പോരാട്ടമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിളംബര യാത്രയുമായി കുട്ടനാട്ടിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്നിട്ട ബോട്ട് ക്ലബ്ബിലാണ്, ബോട്ട് ജെട്ടിയിലാണ്. ഇത് പള്ളാത്തുരുത്തിയുടെ ആത്മാവാണ്. പള്ളാത്തുരുത്തിയുടെ, കുട്ടനാടിന്റെ, ആലപ്പുഴയുടെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇനി 72 മണിക്കൂറുകൾക്ക് ശേഷം ആവേശോജ്വലമായ ജലപൂരത്തിന് സാക്ഷ്യം വഹിക്കാൻ കുട്ടനാട് ഒരുങ്ങുമ്പോൾ ഈ ജലപൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര യാത്രയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ചൂട് കാപ്പിക്കും ചൂട് വാർത്തയ്ക്കുമൊപ്പം ആവേശം മുറ്റി നിൽക്കുന്ന വള്ളംകളിയുടെ യാത്രാവിശേഷങ്ങളുമായി നമ്മുടെ യാത്ര തുടരുന്നു. നമസ്കാരം ചേട്ടാ, സന്തോഷായില്ലേ? എപ്പോഴും കാണാറുണ്ട്. ഇന്നും കണ്ടു. സന്തോഷായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. അയ്യോ, ചേട്ടന്റെ പേരെന്താ? കാസി അല്ലേ? ഇവിടെയാണ്, കുട്ടനാടാണ്, പള്ളാത്തുരുത്തിയാണ്. ആണ് പള്ളാത്തുരുത്തി. വെള്ളത്തിലറിയാം, കരക്കറിയാം, നീന്താനറിയാം, എല്ലാം അറിയാം. ഇപ്പോഴും നീന്തുവോ? പിന്നെ ഈ വെള്ളത്തിൽ ഞാനിപ്പോ തള്ളിയിട്ടാ നീന്തുവോ? ഇപ്പം പ്രയാസം. ഞാൻ തള്ളിയെടുത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പൊ എത്ര വയസ്സായി? 82 വയസ്സായി അല്ലേ? അപ്പൊ ഈ 70 വർഷത്തെ വള്ളംകളിയും കണ്ടിട്ടുണ്ടാവും. പിന്നെ എല്ലാ വള്ളംകളിയും കണ്ടിട്ടുണ്ട്. കാണാൻ പോട്ടില്ല. ഇപ്പൊ വലിയ ആവേശമില്ല. ഇപ്പൊ ആവേശം ഇല്ല. പ്രായം ചെന്നപ്പോ അതിനോടുള്ള താല്പര്യം പോകുമ്പോ കാണും. അവരെ കാണാൻ പോകും. ഈ ചേട്ടന്റെ കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഇതാ ചേട്ടനല്ലേ? അതാ ചേട്ടനല്ലേ വെള്ളത്തിൽ വീഴുന്ന കുപ്പികളൊക്കെ പറക്കിയെടുത്ത്? അതാട്ടോ, ഇതാണ് കാസിൻ ചേട്ടൻ. കാസിൻ ചേട്ടന്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ? വെള്ളത്തിൽ കുപ്പികളൊക്കെ വീണ ആ കുപ്പികൾ വള്ളത്തിൽ പോയിട്ട് പറക്കിയെടുത്ത് ജീവിക്കണ ആള് അല്ലേ? അല്ലേ? അതുകൊണ്ടാണ് ഇത് മക്കളെ കാശൊക്കെ തരും. ആണോ? എന്റെ അയഞ്ഞത്തിന് ആയോഗ്യം വേണ്ടി ചെയ്യുന്നു. ആണോ? ഇപ്പൊ വെള്ളത്തിൽ പോകുന്നുണ്ടോ? വെള്ളത്തിൽ പോലെ കരക്കൊക്കെ ഇളക്കും. കരയ്ക്ക് വെള്ളം കുപ്പി എടുക്കും അല്ലേ? ഇത് എന്ന് മുതൽ തുടങ്ങി ഈ കുപ്പി എടുക്കുന്നത്? 10-20 വർഷമായി. 10-20 വർഷമായിട്ട് കുപ്പി എടുത്ത് ജീവിക്കുക. അത് നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പോകൂലേ നമ്മുടെ നാട്ടിൽ വരുന്നവരൊക്കെ? അപ്പോൾ ആ പ്ലാസ്റ്റിക് മാലിന്യം കുപ്പികളൊക്കെ പറക്കിയെടുത്ത് അത് ഉപജീവന മാർഗമായിട്ട് കരുതി ഒരു കുടുംബം പോറ്റിയ കാസിൻ ചേട്ടനാണ്. മക്കളൊക്കെ ഉണ്ട്. അവരുടെ സ്നേഹമാണ്. ആണ്. അപ്പൊ ഇത് കൊടുക്കുമോ? കടയിൽ കൊടുക്കുമോ ഈ കുപ്പി? ആക്രി കടയിൽ കൊടുക്കും. അടുത്തുള്ള ആക്രി കടയിൽ കൊടുക്കും. എന്തായാലും ആണ്. നല്ലതാ സത്യമായിട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ 19 വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിൽ കുത്തിയിരുന്ന് പെൻഷൻ വന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് കാസിൻ ചേട്ടനെ ഓർമ്മിച്ചാൽ മതി അല്ലേ? പുറത്തുള്ള ഒരു കുപ്പി എടുത്താലും അതൊരു ജീവിതമാണ് അല്ലേ? അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? ഇനി ആവേശം ഒട്ടും കുറയണ്ട. ഇപ്പോഴും കണ്ടതേ ഉള്ളൂ. ഇതാണ് മനുഷ്യരുടെ സ്നേഹം. ഒരു പ്രേക്ഷകർ പറഞ്ഞു നല്ല ലുക്കായിട്ടുണ്ടല്ലോ. ഈ നാട്ടിലേക്ക് ഇറങ്ങിയ പിന്നെ ലുക്ക് ആവാതെ എങ്ങനെ? മേക്കപ്പ് എന്ന് പറയുന്ന നാട്ടുകാരുടെ സ്നേഹമാണ്. അപ്പോൾ അതുമായിട്ട് നമ്മളങ്ങോട്ട് യാത്ര തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇത്തവണ ബോട്ട് വള്ളംകളി മത്സരം വന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ? സന്തോഷം. ഈ നാടിൻ്റെ ഒരു ആവേശമാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ കാസിം ചേട്ടനെ പോലെ നിരവധി ആളുകളെ നമ്മൾ കണ്ടു. ചേട്ടാ അങ്ങോട്ട് യാത്ര ചെയ്താലോ? വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കുന്നു. താങ്ക് യു സുധി. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കന്നട്ടി ബോട്ട് ക്ലബ്ബിലാണ്, ജെട്ടിയിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രേക്ഷകർക്കറിയാം, പള്ളാത്തുരുത്തിയുടെ ഹൃദയമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലെ തുഴച്ചിൽക്കാരുടെ ആവേശം എന്ന് പറയുന്നത്. ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവം ഇനി 72 മണിക്കൂറിനുള്ളിൽ കൊടിയേറാൻ പോവുകയാണ്, ജലപ്പരപ്പിലേക്ക് എത്താൻ പോവുകയാണ്. ഹരികുമാർ സാറേ വന്നാട്ടെ. അപ്പോൾ ഹരികുമാർ സാർ നമുക്ക് നടക്കാം. ബേബിച്ചേട്ടനുണ്ട്, നമ്മളെ ഒരു കലാകാരൻ നമുക്കിപ്പോൾ ഉണ്ട്, ഒരു അദ്വൈത് ഇവിടെയുണ്ട്. അപ്പോൾ പള്ളാത്തുരുത്തിയിലെ ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നാടിൻ്റെ ഒരു ഒരുക്കമാണ് അല്ലേ? തീർച്ചയായിട്ടും നാടിൻ്റെ ആവേശമാണിത്, നാടിൻ്റെ ജീവനാണ്. കാരണം ഈ വള്ളംകളി സമയത്ത് എത്തുമ്പോഴേക്കും സ്വയം മറന്ന് ആഹ്ലാദിക്കുന്ന ജനതയെ നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടനാട്ടുകാരന് വള്ളംകളി ഇല്ലാതെ ഒരു ജീവിതമില്ല എന്ന് തന്നെ പറയാം. ആ നിലയിൽ തന്നെയാണ് കുട്ടനാടിന്റെ പ്രയാസവും കുട്ടനാടിന്റെ സ്വപ്നവും കുട്ടനാടിന്റെ ആവേശവും വെള്ളം. അതെ തീർച്ചയായിട്ടും നോവുമാണ്, അതേസമയം വികാരവുമാണ്. വിഷമവും വികാരവും രണ്ടും കൂടെ. അപ്പൊ ഈ വെള്ളമില്ലെങ്കിൽ കുട്ടനാട്ടുകാരില്ല. പക്ഷേ ചില സമയത്ത് വലിയ സങ്കടം, ചില സമയത്തല്ല, മിക്കവാറും സമയം സങ്കടമാണ് വെള്ളം കൊണ്ട്. അതെ അത് വേറൊരു പ്രശ്നം. വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ പക്ഷെ അതിൽ നിന്നും കരകയറും. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും
ജീവിതത്തിൽ ഒരുപാട് പേര് പിന്തുടരേണ്ട ഒരു വലിയ ടാഗാണത്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതൊക്കെ മീതെ തോണി ഇറക്കണം. അതാണ് കുട്ടനാട്ടുകാരുടെ ജീവിതം. അതുകൊണ്ട് ഇവർക്കൊന്നും വലിയ രീതിയിൽ കർഷകർക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ പ്രശ്നങ്ങളിലൊന്നും തളർന്നു പോകുന്ന മനുഷ്യരല്ല. അങ്ങനെ തളർന്നു പോകാത്ത ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂടെ ഉണ്ട്. പേര് അദ്വൈത്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിലാണ്. ഇത്തവണ ബോട്ട് വള്ളംകളിയിൽ ആര് ജയിക്കും? പള്ളാത്തുരുത്തി ജയിക്കുമോ? ജയിക്കും. മോന്റെ സ്ഥലം ഏതാ? പള്ളാതുരുത്തിയാണോ? ചേർത്തലയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ പാട്ടൊക്കെ പാടുമെന്ന് കേട്ടു. ഇപ്പൊ എവിടെയെങ്കിലും TV ചാനലിൽ എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? TV ചാനലില് എന്താ ആദ്യമായിട്ട് റിപ്പോർട്ടർ TV ഒരു പാട്ട് പാടാം? പാടിയാലോ? ഏത് പാട്ടാ പാടുന്നത്? ശ്രീരാഗമോ. ശ്രീരാഗം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വള്ളംകളിയൊക്കെ വന്നു. ആവേശമായില്ലേ? പിന്നെ കൊള്ളാം, ഞങ്ങളെ അടിച്ചു തകർക്കും. ആരടിച്ചു തകർക്കും? പള്ളാത്തുരുത്തി. അതിനുള്ള കരുത്തും തൻ്റെ ഞങ്ങൾക്കുണ്ട്. ഇത്തവണ കൈനകരി നല്ല ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് പള്ളാത്തുരുത്താണ് വലുത്. ഞങ്ങളുടെ അഭിമാനമാണ്. മൃഗവും നല്ല സ്ട്രോങ് ആണെന്ന് കേട്ടു. ഞങ്ങളുടെ അഭിമാനം അത് ഞങ്ങൾ നേടിയിരിക്കും. ഉറപ്പാണ്. ധൈര്യമാണ്. നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയുമായിട്ടാണ് പള്ളാത്തുരുത്തിക്കാർ തുഴയാൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പം നമുക്ക് അദ്വൈതിന്റെ ഒരു പാട്ടും കൂടെ കേട്ടിട്ടുണ്ടല്ലോ ഹരിമാൻ സാറേ. അപ്പം ഹരിമാൻ നമുക്കൊരു പാട്ട് കേൾക്കാം അദ്വൈത്. ഓക്കെ. ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിൽ സ്നേഹാത്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാടമായി എൻ മുന്നിൽ നീ പുലകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിൽ. സൂപ്പറായില്ലേ? പ്രഷർക്ക് ആ ഫീൽ കിട്ടിയില്ലേ? അപ്പം മിടുക്കനായിട്ട് പാടി കേട്ടോ അദ്വൈതേ. സ്കൂളിൽ പോണ്ടേ? എന്നാ സ്കൂളിൽ പോക്കോ. വിട്ടോ, സമയം വൈകണ്ട. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ചേർത്തല ആർത്തുങ്കൽ LP സ്കൂളിലാണ് അല്ലേ? അവിടുത്തെ ഗായകനൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടെന്ന് കേട്ടു. ശരിയാണോ? ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അദ്വൈതിനെ നമ്മൾ യാത്ര അയക്കുന്നു. നമ്മൾ യാത്ര തുടരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ഈ വള്ളപ്പുരയിലോട്ടാണ്. യഥാർത്ഥത്തിൽ മത്സരിക്കുന്ന വള്ളമല്ല ഇപ്പോൾ നമ്മൾ കണ്ട വള്ളം അല്ലേ? നടത്തുന്ന വള്ളം ട്രയലിന് വേണ്ടിയുള്ളത്. യഥാർത്ഥ വള്ളത്തിനൊരു തയ്യാറെടുപ്പൊക്കെ നടത്തും അല്ലേ? ഓക്കെ അദ്വൈത്, താങ്ക് യു. അപ്പോൾ സ്കൂളിൽ പോയിക്കോ, വൈകണ്ട. ഓക്കെ. അപ്പോൾ അദ്വൈതാണ് നമ്മൾക്കൊപ്പം ചേർന്നത്. നല്ല പാട്ടൊക്കെ പാടി അദ്വൈത് നമ്മളെ രസിപ്പിച്ചു. നമ്മളിനി വള്ളപ്പുരയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ കൃത്യം പേരെന്താ? കന്നിട്ടയിലാണ് നിൽക്കുന്നത്. ഹലോ, where are you from? Maharashtra. You're from Maharashtra? Yes. कहाँ से Maharashtra? Yavatmal. Mal, okay. कहाँ से? और North Maharashtra or South Maharashtra or near to Konkan, near to Goa? No, we are from Vidarbha. Vidarbha. Okay. What's the situation there? The farmers' distress, many issues are there. Are you fine there? Is there sufficient water for you to drink? Something else? Yeah, it's nice. Vidarbha drought prone ആണ്. Vidarbha in Maharashtra drought prone areas ആണ്. There are a lot of farmers getting committed suicide because of the shortage of water, right? Yes. Now the things are normal. Yeah, it's nice. How is Kutanad? Yeah, it's nice place. You came here for first time or? No, first time only. Okay. You stayed in the houseboat, right? Yes. Okay. What are you doing? Studying? We are medical students. From where? Yavatmal only. Okay. SVNGMC Yavatmal. How many students are here? We are 8 students. 8 students. Also from Maharashtra? Yes. Yeah. Rajasthan. Rajasthan. How long will you be here? Today we will. No, please stay here. 28th there is a boat race happening. This boat race. Have you heard about Nehru boat race? Yes. Race is there. Oh, that's wonderful. That's why we came here. Okay, you enjoyed. Okay, thank you. You enjoyed the stay? Yes. You eat the karimeen, right? Yes. No, you have to take it. Okay. Thank you. Fine. Okay. Hi. Okay. Hi. You are from also Maharashtra? Rajasthan. Rajasthan. Oh, medical student. Yes. MBBS. Which year? Second year or Intern. third year? Intern. Intern. Oh, okay. You are a junior doctor. Yes. Okay, fine. Your good name? Deepa Chaudhary. Deepa Chaudhary. How is Kutanad? Nice. Nice, but you have to stay here for 2 more days. Only then you will find the exciting moments of the boat race. Okay, have you heard about it? Have you heard about it? Nehru boat race? Nehru boat race. Yes. Have you heard about it? Vallangali.
ആ ഓക്കെ എൻജോയ്ഡ് ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഒരുപാട് പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ എത്തിയിരിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പക്ഷേ ഇതിൻ്റെ ഒരു എക്സൈറ്റിംഗ് മൊമെൻ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു തവണയെങ്കിലും ഈ വള്ളംകളി മത്സരത്തിൽ കാണണം. എനിക്കൊന്ന് ഹരിമാ സാറേ, ഒരു തവണയെങ്കിലും വള്ളംകളി മത്സരം കണ്ടാലുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ പറ്റൂ. ടി വിയിലിരുന്ന് കണ്ടാൽ പോരെ, നേരിട്ട് വന്ന് കാണണം. നേരിട്ട് കാണുന്നതാണ് അതിന്റെ ആവേശം, അതിന്റെ അനുഭവം. എന്താ പറയുന്നത്, എല്ലാം അത് തന്നെയാണ് നേരിട്ട് കാണുന്നത്. ശരിക്കും ആ കാഴ്ചയുണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് സമ്മാനിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വാർത്തായാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കന്നിട്ട ബോട്ട് ജെട്ടിയിലൂടെയാണ്. അവിടെ പള്ളാത്തുരുത്തി, കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയിച്ചത് വിയ്യാപുരം ചുണ്ടനിലാണെങ്കിൽ ഇത്തവണ ഇറങ്ങാൻ പോകുന്നത് കാരിച്ചാലാണ് ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് അല്ലേ? കാരിച്ചാൽ ഏറ്റവും കൂടുതൽ ട്രോഫി കരസ്ഥമാക്കിയത്. എണ്ണം കൊണ്ട് കടലാസിലെ പുലികൾ തീർച്ചയായിട്ടും. ഹലോ നമസ്കാരം. നമസ്കാരം. രാവിലെ മീൻ നോക്കാൻ ഇറങ്ങിയതാണോ? ഇങ്ങനെ ശബ്ദം കേട്ടപ്പോ മീൻ വരുന്നോ എന്ന് നോക്കി ഇറങ്ങി? സാറിനെ കൊണ്ടുകൊണ്ടിറങ്ങിയതാ, ആഗ്രഹം ഉണ്ടായിരുന്നു. ആണോ? കണ്ടു. സന്തോഷമായി. വള്ളംകളിയൊക്കെ വരാൻ പോകുന്നു, സന്തോഷമായില്ലേ? പിന്നെ ഞങ്ങളുടെ ആഘോഷമല്ലേ? ആഘോഷമായി അല്ലേ? മക്കളൊക്കെ സ്കൂളിൽ പോയോ? ഇല്ല, മോൻ. എന്ത് ചെയ്യുന്നു മക്കളൊക്കെ? മോൻ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു പോയി. അപ്പൊ സ്കൂളിൽ പോകുന്ന ആരുമില്ല? അവിടെ നിൽക്കുന്നത്. മോള് കോളേജിലാണോ പഠിക്കുന്നത്? എന്റെ ഹസ്ബൻഡ്. ആണോ? നമസ്കാരം. ഓക്കെ. മോള് കോളേജിലാണോ പഠിക്കുന്നത്? ആണോ? കോളേജിൽ പോണ്ടേ ഇന്ന് പോണ്ട? ഓക്കെ. അപ്പോൾ നമ്മൾ യാത്ര പോകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവരും രാവിലെ തയ്യാറെടുപ്പാണ്. നമ്മൾ ഈ വരുന്ന കണ്ടുകൊണ്ട് നാട്ടുകാരൊക്കെ പുറത്തിറങ്ങി നിൽപ്പുണ്ട്, ടി വിയിലൂടെ കാണുന്നു. അവരുടെ നാട്ടിലൂടെയൊക്കെ റിപ്പോർട്ടർ ടി വി വരുന്നതിലുള്ള സന്തോഷം നമുക്ക്. പുന്നമട കായലിന് തീപിടിപ്പിക്കാൻ 19 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഈ വള്ളംകളി മത്സരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര യാത്രയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ ചുണ്ടന് തൊട്ട് സമീപത്താണ്. ആ ചുണ്ടന്റെ കാഴ്ച ഞാൻ ആദ്യം ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാനുണ്ട്. പ്രേക്ഷകർ, ഈ കാണുന്നതാണ് കാരിച്ചാൽ ചുണ്ടൻ. ഞാനൊന്ന് ഓടി വന്നാൽ ഇവിടെ വരെ ഓടി വരുമ്പോഴേക്കും ഞാൻ കിതയ്ക്കും, അത്രയ്ക്ക് നീളമാണ് കാരിച്ചാൽ ചുണ്ടൻ. ഇവനാണ് നീറ്റിലിറങ്ങാൻ പോകുന്നത്. 15 തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ കാരിച്ചാൽ ചുണ്ടനാണ്. ഇത്തവണ ഈ കാരിച്ചാൽ ചുണ്ടന്റെ എഞ്ചിൻ ആരാണെന്നറിയാമോ? കഴിഞ്ഞ തവണ വിയ്യപുരം ചുണ്ടനിൽ കപ്പടിച്ചു മാറ്റിയ നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചുണക്കുട്ടികളാണ് ഇത്തവണ കാരിച്ചാലിന് ആവേശവും ഊർജ്ജവും എഞ്ചിനും ഒക്കെ ആയിട്ട് മാറാൻ പോകുന്നത്. അതിന്റെ ക്യാപ്റ്റനാണ് നമുക്കൊപ്പം ഉള്ളത് സർജി. അപ്പോൾ ഈ സെക്രട്ടറിയാണ് അല്ലേ, ക്ലബിന്റെ സെക്രട്ടറി, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മൾ ഈ കാരിച്ചാൽ ചുണ്ടനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ അറിയേണ്ടത് ഈ നെഹ്റു ട്രോഫിയുടെ 70 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കപ്പടിച്ച ചുണ്ടൻ കാരിച്ചാലാണ്. അതെ, ജലചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത് കാരിച്ചാൽ ചുണ്ടനെ. ഇത് 15 തവണ ട്രോഫി അടിച്ച ചുണ്ടനാണ്. ഇപ്പോൾ പുതുക്കി പണിതാണ്. 2022 ഞങ്ങൾ വള്ളം ഒന്നെടുത്തതായിരുന്നു. അപ്പോൾ അത് പക്ഷേ നമുക്ക് തുഴയാൻ പറ്റിയില്ല. അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ തിരുത്തിയിട്ട് ആ ഒരു കടം വീട്ടുക എന്നുള്ളത് കൂടി ഇത്തവണത്തെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ലക്ഷ്യമാണ്. അവർക്ക് ആ 2022 ഞങ്ങൾ വള്ളം തിരികെ കൊടുത്തു. പക്ഷേ ആ ഞങ്ങളിലുള്ള വിശ്വാസവും ഈ വള്ളത്തിലുള്ള വിശ്വാസവും കാരണം ഞങ്ങൾ ഈ 2024 വീണ്ടും ഈ വള്ളം തന്നെ എടുത്ത് ചൂസ് ചെയ്തിരിക്കുകയാണ്. കാരിച്ചാൽ ചുണ്ടന് വീണ്ടും 16ാമത്തെ ട്രോഫി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നേടിക്കൊടുക്കും. പൊളിക്കും. അപ്പോൾ ഈ കാരിച്ചാൽ നമ്മുടെ ഓഡിറ്റർ ഇവിടെ ഉണ്ടല്ലോ, ക്ലബിന്റെ ഓഡിറ്റർ ഇവിടെ അദ്ദേഹമാണ് അല്ലേ? ക്ലബ്ബ് എങ്ങനെയാ കാര്യം? ഉഷാറായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ സാറേ? ഉഷാറൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. NDBR കമ്മിറ്റി പല നിയമങ്ങളും ഇപ്പൊ എടുത്തിട്ടുണ്ട്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി വള്ളത്തിന് പെയിന്റ് അടിക്കാൻ പാടില്ല, പെയിന്റ് അടിക്കാൻ പാടില്ല, കളർ പെയിന്റ് അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് കളർ പെയിന്റ് ഉണ്ടല്ലോ, അത് അടിയിലില്ലല്ലോ. ബ്ലാക്കും അടിക്കാം, തടി കളറും അടിക്കാം. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പ്രൊഫഷണൽസിന് 25% കൂടുതൽ കയറ്റാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ അവരുടെ നിയമം. പ്രൊഫഷണൽസിന് 25% എന്ന് വെച്ചാൽ 125. ഞങ്ങളുടെ വള്ളത്തെ ഒരു പ്രൊഫഷണൽ പോലും ഇല്ലാതെ വെറും നാടൻ ശൈലി തുഴച്ചിക്കാരാണ് ഞങ്ങളുടെ വള്ളത്തെ തുഴയുന്നത്. ഈ നിയമം NDBR എടുക്കുന്ന ഈ നിയമം പ്രാബല്യമാക്കണം. അതാണ് ഞങ്ങൾക്ക് കർശനമായിട്ട് പറയാം. 25% പാടുള്ളൂ. 40-45 പേര് വെച്ച് ഇപ്പൊ ട്രയൽ എടുക്കുന്ന വള്ളങ്ങൾ അവർക്ക് പല കണക്കൂട്ടലുകളും ഉണ്ടാകാം. അതുണ്ടാകാൻ പാടില്ല. അതായത് ആരെ ഉദ്ദേശിച്ചാണ് ചേട്ടൻ പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ 40-45 തുഴച്ചിൽക്കാര് ട്രെയിൻഡ് ആയിരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ 20 താഴെ ആൾക്കാരെ ഉള്ളൂ അല്ലേ? ഇല്ല, ഒട്ടുമില്ല. നാടൻ ശൈലി തുഴച്ചിക്കാർ മാത്രം. അതായത് ഒരു ട്രെയിൻഡ്, അത് സ്വന്തമായിട്ട് പരിശീലിച്ച് മലയാളികൾ മാത്രമുള്ള വള്ളമാണ്. അതെ, ബാക്കിയുള്ളവര് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിൻഡ് ആയ ആൾക്കാരെ കൊണ്ടുവന്ന് വാടകയ്ക്ക് എടുത്ത് തുഴയ്ക്കുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ പറയാണ്, ഈ വർഷത്തെ കപ്പ് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ എടുക്കും. ഞങ്ങൾ ഈ 28-ാം തീയതി സായം സന്ധ്യയിൽ ഈ പള്ളാത്തുരുത്തി 6-ന്റെ വിരിമാറിലൂടെ ഞങ്ങൾ ട്രോഫിയായിട്ട് വരും. അതിന് യാതൊരു തർക്കവും ഇല്ല. എന്ത് സംഭവിച്ചാലും
ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല സാർ. മാത്രമല്ല ഞാൻ 5ാം ട്രോഫിയായിട്ട് ഞങ്ങൾ വരും. ഒരു ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ഈ നാടിൻ്റെ ആവേശം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു. വീടൊക്കെ അടച്ച് ബുക്ക് ചെയ്യുന്ന ആലപ്പുഴ കുട്ടനാട്ടിലേക്ക് ഇപ്പോൾ വന്നാലേ ഏതെങ്കിലും റൂമെങ്കിലും കിട്ടും. ഇത്ര മത്സരം എപ്പോഴാണ് തുടങ്ങുന്നത്? മത്സരം 25-ാം തീയതി 2:30. 28-ാം തീയതി 2:30, 28-ാം തീയതി 2:30 തുടങ്ങും. അപ്പോൾ രാവിലെ എത്തുമ്പോൾ നിങ്ങൾക്ക് ട്രയൽ റണ്ണുകളൊക്കെ കാണാം, ഈ ഒരുക്കങ്ങളൊക്കെ കാണാം. പിന്നെ ജലഘോഷയാത്രയുണ്ട് അല്ലേ? ഉണ്ട്. ആ ഘോഷയാത്രയുടെ മാസ് ഡ്രില്ലുണ്ട്. രാവിലെ തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് തുടങ്ങും. ഒരു 10 മണിയാകുമ്പോഴേക്കും തുടങ്ങും. അപ്പോൾ അതിനുശേഷം പിന്നീട് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി തന്നെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് പിന്നെ ഫൈനലിലേക്കൊക്കെ പോകുമ്പോഴേക്കും ആവേശം പൊടിപിടിക്കും. 19 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മാറ്റിവെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാരിച്ചാലിന്റെ വിശേഷത്തിലേക്ക് വന്നാൽ 15 തവണ കപ്പടിച്ച വള്ളമാണ്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം 5ാം തവണ തീർച്ചയായിട്ടും കാരിച്ചാൽ ചുണ്ടൻ അതായത് 1ാം സ്ഥാനത്ത് എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ മറ്റൊരു കാര്യം റിപ്പോർട്ടിനോട് പറയാനുള്ളത്, നമ്മുടെ ഈ വള്ളംകളിയുടെ തുടക്കം നിർത്തിവെച്ചിരുന്ന വള്ളംകളി പുനരാരംഭിക്കാനും വേണ്ടി റിപ്പോർട്ടർ ചാനൽ മുൻകൈ എടുത്തെന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. അത് അരുൺ സാറിൻ്റെയും നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിനെയും ഞങ്ങൾ വളരെയേറെ നന്ദി പറയുകയാണ്. പള്ളാത്തുരുത്തി താങ്ക് യു. ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരണം കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത്. കാര്യം ഈ നെഹ്റു ട്രോഫി നടക്കണം, CBL നടക്കണം അല്ലേ? ഇതൊക്കെ നടന്നെങ്കിൽ മാത്രമേ ഈ മനുഷ്യർക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. തലയ്ക്കും മീതെ വെള്ളം വരുന്ന സമയത്ത് അതിനും മീതെ തോണി ഇറക്കുന്ന നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്സവങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ ജീവിതമൊക്കെ സങ്കടകരമായി പോകും. ഈ 6-7 മാസക്കാലം വെള്ളപ്പൊക്കവും അതുമായി ബന്ധപ്പെട്ട പലായനവും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. അവർക്ക് ചിരിക്കാനും സന്തോഷിക്കാനും നാട്ടുകാരെ വരവേൽക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരും എന്തായാലും കൂട്ടുനിന്നതിൽ സന്തോഷം. താങ്ക് യു സാർ. അപ്പോൾ നമ്മൾ ഈ കാരിച്ചാലിലേക്ക് എത്തിയാൽ ഇനിയിപ്പോൾ എന്തൊക്കെ, ഇനിയിപ്പോൾ 3 ദിവസമായിട്ട് ഈ വള്ളപ്പുര കയറ്റിയിരിക്കുക. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് വള്ളപ്പുര. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇപ്പം എന്തെങ്കിലും പണി തുടങ്ങി ഇതിനകത്ത്? പണി തുടങ്ങിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരമാണ് വള്ളം ഞങ്ങൾ ഇറക്കി കയറ്റിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇപ്പം ഈ ഇത്രയും ദിവസം വെള്ളത്തിൽ കിടന്നുകൊണ്ട് അഴുക്കുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് സോപ്പിട്ടൊക്കെ കഴുകുക. ഇനിയിപ്പോൾ ആദ്യം ഇതൊക്കെ കഴുകിക്കളയും, അഴുക്കുകളൊക്കെ കഴുകിക്കളയും. അതിനുശേഷം ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നവർ അത് ഉണങ്ങാനായിട്ടുള്ള സംവിധാനം. ഉണങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും? അതിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന വിരികളെല്ലാം ഞങ്ങൾ ഓപ്പൺ ചെയ്യും. ഇപ്പം വെയിൽ കൊള്ളിച്ച് മഴ പെയ്താൽ ഉടനെ ഞങ്ങൾ എടുത്തു മൂടും. 15 പേര് എപ്പോഴും ഇവിടെ ഉണ്ടാവും. 10-15 പേര് ഇതിന് ഈ വള്ളം പരിചരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാവും. നീറ്റിലിറങ്ങാൻ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് അതിനുശേഷം ഇനി ഇതിനകത്ത് ഈ വെള്ളത്തിൽ കൂടെ വേഗത്തിൽ പോകാൻ നിങ്ങൾ മീനെണ്ണ പുരട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അതൊക്കെ വെറുതെ പറയുന്നൊരു കാര്യം. ചുമ്മാ അല്ല, എന്തോ ഉണ്ട്, എനിക്കറിയാം. അത് സാറേ 1 കോടി രൂപയോളം പറയുന്നത് കുട്ടനാട്ടുകാർക്ക് കള്ളം പറയാൻ പറ്റുന്നില്ല. അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ശരിയാണോ? സാറേ 1 കോടി രൂപയോളം മുടക്കി കളിക്കുന്ന ഒരു കളിയാണ്. 6,20,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. സാർ ഒന്ന് കണക്ക് കൂട്ടിക്കേ. ഇത്രയും കാശ് മുടക്കി നമ്മൾ കളിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ കരയുടെ കൂറ്, കുട്ടനാട്ടുകാരുടെ രക്തത്തിൽ അലിഞ്ഞേർന്നിരിക്കുന്ന സാധനമാണ് വള്ളംകളി. ഇതിനകത്ത് ഇനിയിപ്പോൾ കഴുകി കളഞ്ഞിട്ട് ഒന്നുകൂടി ഉണക്കിയെടുക്കും അല്ലേ? കഴുകി കളഞ്ഞ് ഉണക്കിയെടുക്കത്തുള്ളൂ. പോളിഷൊക്കെ ഇല്ല, തെന്നി പോവാൻ തെന്നി പോകുന്ന കണ്ടീഷനല്ലേ കിടക്കുന്നത്. ഇനി ഒന്നും ചെയ്യത്തില്ല. ഇല്ല സാറേ, ഒന്നുമില്ല. മാത്രമല്ല എനിക്കൊന്നും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? എനിക്കറിയാം. എന്ത് വേണം ചെയ്യാം. പക്ഷെ ചില ആൾക്കാർ ചില സൂത്രപ്പണികളൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ വായിച്ചറിഞ്ഞതാ. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മളുടെ എണ്ണ നമ്മുടെ നാടിന്റെ കൂറാണ്. ആ കൂറും സ്നേഹവുമാണ് ഈ പള്ളാത്തുരുത്തിയുടെ എഞ്ചിനെ ചലിപ്പിക്കുന്ന ആവേശം എന്ന് പറയുന്നത്. ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്ന് ഈ വല്ലാത്തൊരു ട്രെയിനിങ് ആയിട്ടോ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ ട്രെയിനിങ്ങിന്റെ ക്യാമ്പിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ചിട്ടയായ ട്രെയിനിങ് ആണ് ഇവരുടെ ഒരു പ്രത്യേകത. അല്ലേ ഹരികുമാർ സാറേ? ദിവസം ആദ്യത്തെ ഈ ആഗസ്റ്റിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് 40 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ഇപ്പോൾ 15 ദിവസം കൂടെ അല്ലേ? 15 ദിവസം കൂടെ മൊത്തം 55 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് അല്ലേ? CBL അത് ആരംഭിക്കാനും വേണ്ടിയുള്ള ഒരു നടപടി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ 2 കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇന്നത്തെ വരവിൽപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ആദ്യം നെഹ്റു 1952 ചാടിക്കേറിയ നമ്മുടെ ആ നടുഭാഗം ചുണ്ടൻ മ്യൂസിയമായി മാറ്റണം. അതിന് സർക്കാർ ഇടപെടണം. അതിന് അല്ലെങ്കിൽ MP തന്നെ ഇടപെട്ടുകൊണ്ട് ആ നടുഭാഗം ചുണ്ടനെ സംരക്ഷിക്കണം. രണ്ടാമത്തത് CBL വേണം അല്ലേ? ഇതും നമ്മൾ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നതാണ്. CBL പോലുള്ള മത്സരങ്ങളൊക്കെ നടക്കണം. ചുഴമല മുണ്ടക്കൈയൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സഹായിക്കുന്നവരാണ്. പക്ഷേ ഈ നാടിനെയും ബോട്ട് ക്ലബിനെയും ഒക്കെ നമ്മൾ സഹായിക്കണം. ടൂറിസത്തെ നമ്മൾ സഹായിക്കണം. എനിക്കൊന്ന് ടൂറിസം വകുപ്പ് മന്ത്രി അതിന് അനുകൂലമാണെന്ന് അറിയിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് നമ്മൾ ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് ടൂറിസം മന്ത്രി നമുക്കൊന്ന് കണക്ട് ചെയ്താൽ നന്നായിരിക്കും. PCR ഒന്ന് ശ്രദ്ധിക്കുക, മുഹമ്മദ് റിയാസിനെ ഒന്ന് വിളിച്ചാൽ നന്നായിരിക്കും. നാട്ടുകാരുടെ ഏക സ്വരമാണ് കേട്ടോ CBL വേണം എന്നുള്ളത്. അപ്പോൾ ആ ആവശ്യം നമ്മൾ എങ്ങനെയാണോ റിപ്പോർട്ടർ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇടപെട്ടത്, സർക്കാർ അനുകൂലമായ നിലപാടെടുത്തത്, അതേപോലെ CBLന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്, വള്ളംകളിക്കും തെളിഞ്ഞ അന്തരീക്ഷമാണ്, ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ വള്ളപ്പുരയിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും കാരിച്ചാലിന്, പള്ളാത്തുരുത്തിക്ക് ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ.
ഓക്കെ ഗംഭീരം. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. രാവിലെ പള്ളാത്തുരുത്തിയുടെ അടുത്ത് ഞങ്ങൾ വരും. CBL സംബന്ധമായിട്ട് കഴിഞ്ഞ നെഹ്റു ട്രോഫി എക്സിക്യൂട്ടീവില് മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിച്ചാൽ മതി. Correct. അപ്പൊ ഏത് മന്ത്രിയാ? മുഹമ്മദ് റിയാസാണോ അതോ സംസ്കാരം? റിയാസ് മന്ത്രി അപ്പം മിനിസ്റ്റർ ആ ഉറപ്പ് പാലിക്കും എന്ന് തന്നെയാണ്. മിനിസ്റ്റർ അങ്ങനെ ഉറപ്പ് പാലിക്കാതിരിക്കുന്ന ആളല്ല. പ്രഖ്യാപനം ഈ നെഹ്റു ട്രോഫി മുന്നേ ഉണ്ടാവണം CBL എന്ന് വെച്ചാൽ ഈ വള്ളങ്ങൾ 9 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ 9 വള്ളങ്ങളാണ് CBL വരുന്നത്. അതായത് നെഹ്റു ട്രോഫിക്ക് മുന്നേ അത് പ്രഖ്യാപിച്ചാലേ ഈ വള്ളങ്ങളെല്ലാം കൂടുതൽ ഉഷാറായിട്ട് ടീമായിട്ട് ആ വള്ളം എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ അങ്ങനെയാണെങ്കിൽ അതിന് മറ്റ് തടസ്സമില്ലെങ്കിൽ ഉടൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ ജനതയുടെ ഒരു ആവേശമാണല്ലോ, അവരുടെ ആ ഊർജ്ജത്തിനോടൊപ്പം നമുക്ക് നിൽക്കാം. മിനിസ്റ്ററുടെ പ്രത്യേകം ഒരു അഭ്യർത്ഥന നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും മിനിസ്റ്റർ ഇത് കേൾക്കുന്നുണ്ടാവും. നമ്മുടെ ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് ആ സന്തോഷ വാർത്ത നമുക്ക് ഈ നാട്ടുകാരെ കൂടി അറിയിച്ചാൽ നന്നായിരിക്കും. CBLന്റെ വരവ് 72 മണിക്കൂറില്ല, ഇനി 66 മണിക്കൂറുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുട്ടനാടിനെ തീപിടിപ്പിച്ച് പുന്നമടക്കായലിനെ തീപിടിപ്പിച്ച് 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫി വള്ളം കളിക്ക് വേണ്ടി മാറ്റുരയ്ക്കാൻ ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളാത്തുരുത്തിയുടെ ഹൃദയഭൂമിയിലാണ്. ഇപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്ത പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കട്ടെ. എല്ലാ കുട്ടനാട്ടുകാർക്കും ബോട്ട് ക്ലബ്ബുകൾക്കും സന്തോഷകരമായ ഒരു വാർത്തയാണ്. റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട് CBL പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടൂറിസം വകുപ്പ് മന്ത്രി CBL ഇക്കുറി നടക്കും. റിപ്പോർട്ടർ TVയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ടൂറിസം വകുപ്പിന്റെ തീരുമാനം ഇന്നലെ ഉണ്ടായിരിക്കുന്നു. ഇനി ബോർഡിലേക്ക് വയ്ക്കും. ബോർഡ് അക്കാര്യത്തിൽ തീരുമാനിക്കും, തീയതി കുറിക്കും എന്നുള്ള സന്തോഷ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. റിപ്പോർട്ടർ TVയിലൂടെ ഒരിക്കൽ കൂടി നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി കേരളത്തിലെ കുട്ടനാട്ടുകാരുടെ ബോട്ട് ക്ലബ്ബുകാരുടെ വള്ളംകളി സംരക്ഷണ സമിതിയുടെ ആവശ്യപ്രകാരം CBL നടത്തും എന്ന് CBL നടക്കണം എന്ന ടൂറിസം തീരുമാനം ഇന്നലെ കൈക്കൊണ്ടു എന്ന സന്തോഷകരമായ വിവരം പ്രേക്ഷകരെ അറിയിച്ചതായി ഈ നിമിഷം ഞങ്ങൾക്ക് അറിയിക്കാൻ സന്തോഷമുണ്ട്. റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട്. നമുക്കിനി മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് കൂടി പോകണം. ഡെസ്റ്റിനേഷൻ വെഡിങ് കൊണ്ട് കുട്ടനാടിന് പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ പോകുന്നതിന് മുമ്പ് നമുക്ക് യാത്ര പറയാം കന്നിട്ട ബോട്ട് ജെട്ടിയിൽ നമ്മളെ സ്വീകരിച്ച നമ്മളുടെ കലാകാരികൾക്ക്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നല്ല പാട്ടായിരുന്നു, ഗംഭീരമായി. അപ്പോൾ അതിനുശേഷം ചില നൃത്തനൃത്യങ്ങളൊക്കെ ഉണ്ട്, അത് പ്രേക്ഷകർ വരുന്ന ദിവസങ്ങളിൽ കാണും. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. സന്തോഷം. അപ്പോൾ പള്ളാത്തുരുത്തി മാത്രമല്ല, ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കാര്യത്തിലും തീരുമാനമായി. സന്തോഷമായല്ലോ. എല്ലാ വള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ്. അതെ, നമുക്ക് ഒരു ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അതീതമായിട്ട് വരുന്നവര് നമ്മുടെ സ്വന്തപ്പെട്ടവരും നമ്മുടെ ആ നാട്ടുകാരും. ജയിക്കുന്ന കക്ഷി നമ്മുടെ കക്ഷി. അങ്ങനല്ല, അപ്പൊ അവരെ അധ്വാനിക്കുന്നതല്ലേ, അവര് അധ്വാനത്തിന്റെ ഫലം അവർക്ക് കിട്ടണം. ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ഒരു ആർപ്പോട് കൂടി നമുക്ക് ഇറങ്ങിയാലോ? റെഡി? ഇതാ വിളിച്ചോളൂ. റെഡി? 1 2 3. ഓക്കെ, അപ്പോൾ സന്തോഷം സന്തോഷം. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ഞാൻ അകത്ത് കയറിയാൽ കുറച്ച് കഴിഞ്ഞൊരു വാർത്തയുണ്ടാവും, ഇല്ലെങ്കിൽ മറ്റൊരു വാർത്തയാവും. അപ്പോൾ അകത്ത് കയറി. അപ്പോൾ നമ്മൾ ചുണ്ടൻ വള്ളത്തിൽ കയറി. ചുണ്ടൻ വള്ളത്തിൽ കയറുക എന്നുള്ളതുണ്ടല്ലോ സാഹസികമായ ഒരു കാര്യമാണ്. അതിന് വലിയ വീതിയില്ല, അതിനാകെ 54 അങ്കുലം വീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആയപ്പറമ്പ് പാണ്ടി എന്നറിയപ്പെടുന്ന സൂപ്പർ പാണ്ടിയാണ്. പവർ പാണ്ടിയിലാണ് നിൽക്കുന്നത്. പവർ പാണ്ടിക്ക് കരുത്ത് നൽകുന്നത് നമ്മുടെ ഈ മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിലെ MTBCയുടെ ചുണക്കുട്ടികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ ചുണ്ടൻ വള്ളത്തിൽ വള്ളംകളിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള യാത്ര ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. നോക്കൂ, നമ്മളുടെ വലിയ സന്തോഷകരമായ ഒരു കാര്യം കൂടി പറയാം. CBL നമ്മളിവിടെ വരുന്ന സമയം മുതൽ എല്ലാ ബോട്ട് ക്ലബ്ബുകാരുടെയും ആശങ്ക CBL വരുമോ എന്നുള്ളതായിരുന്നു. CBL വരണം എന്നുള്ള കുട്ടനാട്ടുകാരുടെ വള്ളംകളിക്കാരുടെ ബോട്ട് ക്ലബ്ബുകാരുടെ ആവശ്യം സർക്കാർ കേട്ടു. ലൈവിൽ തത്സമയം തന്നെ മന്ത്രി ഇടപെട്ടു. ടൂറിസം വകുപ്പ് മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ സന്തോഷകരമായ വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. എനിക്കൊന്ന് CBL ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് ആവേശം അത്ര വരില്ല. CBL ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ആവേശമുള്ളൂ. കഴിഞ്ഞ തവണ CBL കളിച്ചാണ് പവർ പാണ്ടി. ഇത്തവണ മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിൽ CBL കളിച്ചിരിക്കും. CBL കളിക്കണമെങ്കിൽ പോലും 8ാം സ്ഥാനത്ത് എത്തണം. 8ാം സ്ഥാനത്ത് വരണം അല്ലേ? അപ്പം അതായത് 1ഉം 2ഉം കിട്ടിയില്ലെങ്കിൽ പോലും CBL കളിക്കാനുള്ള യോഗ്യതായ പറമ്പ് പാണ്ടി നേടും. അത് 100%. പവർ പാണ്ടി 100% ഉറപ്പാണല്ലോ. 100%. മുമ്പ് തെക്കക്കരയിലെ ആളുകൾ ഉല്ലാസിനെയും അലക്സച്ചാനെയൊക്കെ കണ്ടോണ്ടിരിപ്പുണ്ട്. ഈ ഞങ്ങള് മുൻകാലങ്ങളിൽ CBL കളിച്ചിട്ടുള്ള വള്ളമാണ്. കഴിഞ്ഞ പ്രാവശ്യം വരെ CBL കളിച്ചിട്ടുള്ളത്. മങ്കൊമ്പുകാരെ ഞങ്ങൾ അത് വിശ്വസിച്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരും ബാധ്യത ഉള്ളവരാണ്, ഞങ്ങളും ബാധ്യത ഉള്ളവരാണ്. ഞങ്ങളൊരു വള്ളം ഉണ്ടാക്കി ഇതേപോലുള്ള ക്ലബ്ബുകൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ബാധ്യതയാണ്. അങ്ങോട്ട് കാശ് കൊടുക്കണം. പക്ഷെ ഇവര് ഇങ്ങോട്ട് കാശ് തന്നെ വിശ്വാസം കാത്തു രക്ഷിക്കും. ഇതിപ്പോ കേൾക്കണം സാർ, എല്ലാ ക്ലബ്ബുകൾക്ക് അങ്ങോട്ട് കാശ് കൊടുത്താണ്. ഞങ്ങൾ അങ്ങോട്ട് കാശ് കൊടുത്താണ് വള്ളം എടുത്തത്. അങ്ങോട്ട് ഇവർക്ക് വള്ളക്കൂലിയെ പൈസ കൊടുത്തിട്ടാണ് വള്ളം എടുത്തത്. കാര്യം ഈ വള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന പങ്കെടുക്കുന്ന നെഹ്റു ട്രോഫിക്ക് പങ്കെടുക്കുന്ന മറ്റേത് വള്ളത്തെക്കാളും എല്ലാ വള്ളങ്ങൾക്കും മഹത്വകരമായുള്ള കാരിച്ചാലിനെ പോലുള്ള അനവധി പ്രാവശ്യം ട്രോഫികൾ നേടിയ വള്ളങ്ങളുണ്ട്. പക്ഷേ പവർ പാണ്ടി എന്ന് പറയുന്ന ഈ ചുണ്ടൻ ഒരു സ്റ്റാർട്ടിങ്ങിൽ
നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാറിന് അറിയാമായിരിക്കും 1-2 എഴുതിയ, പക്ഷെ ഒറ്റ ഒരു തുഴ ഒരുമിച്ചൊരു ഒറ്റ പൂട്ട് ഒരു തുഴയിട്ടാൽ 15 മീറ്ററോളം നീങ്ങി വന്ന് നിൽക്കുന്ന ഒരേ ഒരു വള്ളം പാണ്ടികൾ. അത്രയ്ക്ക് നീന്തലാണ് ഈ വള്ളത്തിൽ. സ്റ്റാർട്ടിങ് സൂപ്പറാണ്. അപ്പോൾ പവർ പാണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പവർ പാണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കാരിച്ചാലിന്റെ ഊർജ്ജസ്വലമായ ചിട്ടയൊത്ത ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ആവേശോജ്വലമായ തുഴച്ചിലിനു വേണ്ടി UBC കൈനഗരിയുടെ ആവേശോജ്വലമായ മത്സരത്തിന് വേണ്ടി, കുമരകം ടൗൺ ബോൾ ക്ലബിന്റെ ആവേശോജ്വലമായ മത്സരത്തിന് വേണ്ടി, ആലപ്പുഴ ടൗൺ ബോൾ ക്ലബിന്റെ ആവേശത്തിന് വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. 19 എണ്ണം പറഞ്ഞ ചുണ്ടൻ വള്ളങ്ങൾ ഇറങ്ങാൻ പോകുന്നു. ഇനി മണിക്കൂറുകൾ മാത്രം കാത്തു നിൽക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടനാട്ടിൽ പമ്പയാറ്റിലൂടെ കൊല്ലം കോട്ടപ്പുറം ജലപാതയിലൂടെയുള്ള നമ്മുടെ യാത്രയാണ്. ചുണ്ടൻ വള്ളത്തിലൂടെയുള്ള ഈ വള്ളംകളി വിളംബര യാത്രയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു തോടാണല്ലേ അല്ലേ? അപ്പോൾ ഈ തോട്ടിലൂടെ നമ്മൾ ഇനി കയറാൻ പോകുന്നത് എങ്ങോട്ടാ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഇതിന് സ്പീഡ് വർദ്ധിക്കുന്ന സമയത്ത് ഇതിന് പ്രത്യേക താളം തന്നെയുണ്ട്. ചുണ്ടൻ വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരല്ലെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇതിനകത്ത് ഇരിക്കുന്നതിന് ഒരു പ്രത്യേക ബാലൻസ് ഒക്കെ വേണം. നിൽക്കുന്നതിനേക്കാൾ ബാലൻസ് ബാലൻസ് കുട്ടനാട്ടി വന്നാൽ നമ്മൾ അറിയാതെ ബാലൻസ്ഡ് ആയി പോകും അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ നോക്കൂ, താളമുണ്ടല്ലോ, ആ താളം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു താളവും ആയവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വള്ളംകളിയുടെ വരവറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കൈനഗരി കായലിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ കാഴ്ചകളൊക്കെ എത്ര വളരെ വളരെ മനോഹരമായ കാഴ്ചകളാണ്, നയനാഭിരാമമായ കാഴ്ചകളാണ് കുട്ടനാട്ടിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടുക. തെളിഞ്ഞ അന്തരീക്ഷമാണ്, ചെറിയൊരു മൂടലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും അന്തരീക്ഷവും നമുക്ക് ഇണങ്ങി നിൽക്കുന്നു. കാലാവസ്ഥയെല്ലാം അനുകൂലമാണ്. CBLനുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. നെഹ്റു ബോട്ട് റേസ് ആർഭാടമില്ലാതെയാണെങ്കിലും ആവേശത്തോടു കൂടി ഇത്തവണയും നടക്കും. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന പുന്നമടക്കായലിനെ തീപിടിപ്പിക്കുന്ന ജലരാജാക്കന്മാരുടെ ശരവേഗത്തിലുള്ള ഈ ജലപ്പരപ്പിലൂടെയുള്ള മിന്നൽ പ്രയാണത്തിന് പ്രിയപ്പെട്ടവരെ സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ എത്തുക കുട്ടനാട്ടിലേക്ക്. ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര നിരർത്ഥകമെന്ന് തോന്നും മട്ടിലാണ് ഈ കുട്ടനാട് ഇത്തവണയും നെഹ്റു ട്രോഫി വരവേൽക്കാൻ പോകുന്നത്. 70 വർഷം 1952 നെഹ്റു എത്തിത്തുടങ്ങിയതാണ്. അന്ന് 9 വള്ളങ്ങൾ മാത്രം, ഇന്ന് 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന വലിയ ഒരു ഉത്സവമായി, ജലമേളയായി, ജലപൂരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ കാഴ്ചയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. ഇന്ന് മുതൽ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം വള്ളംകളിയുമായി ബന്ധപ്പെട്ട ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മുടങ്ങുമോ എന്ന് സംശയിച്ചിരുന്ന ഘട്ടത്തിലും കുട്ടനാട്ടുകാരുടെ ആത്മധൈര്യവും ഒത്തൊരുമയും കൊണ്ട് മാത്രം സർക്കാർ അംഗീകരിച്ചു കൊടുത്ത ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശകരമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് 66 മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ജലമേളയുടെ വിളംബര യാത്ര. പ്രിയപ്പെട്ടവരെ, കൈനഗരി കായലിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ഈ കാഴ്ച സുന്ദരമാണ്. തോട് വന്ന് കായലിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, പുഴ വന്ന് കായലിലേക്ക് ചേരുന്ന കാഴ്ച, അതും ചുണ്ടൻ വള്ളത്തിലിരുന്ന് ആസ്വദിക്കണം. ആവേശമുള്ള ചെറുപ്പക്കാരുടെ തുഴ എറിച്ചിലിനോടൊപ്പം ആ താളത്തിൽ ആസ്വദിക്കണം. ജീവിതം ആഹാ സുന്ദരം എന്ന് നമുക്ക് തോന്നും. മനോഹരമായ നിമിഷങ്ങളാണ്, മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ആയപ്പറമ്പ് പാണ്ടി എന്ന പവർ പാണ്ടിയിലാണ് നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിച്ചത്. ചുണ്ടൻ വള്ളത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് ഇതേ വള്ളമാണ് ഈ നീറ്റിലിറങ്ങാൻ പോകുന്നത് നെഹ്റു ട്രോഫി വള്ളം കളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, കാരിച്ചാലൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടി കരയെ കയറ്റിയിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് കരയെ കയറ്റണ്ടേ? അവരൊക്കെ പറഞ്ഞല്ലോ, അവരെ കാരിച്ചാല കരയിൽ കയറ്റി പകരം കരുവാറ്റ എടുത്ത് ട്രയൽ നടത്തുകയാണ്. ഒരേ സമയം 2 ചുണ്ടവള്ളങ്ങളാണ് അവർ ഹയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും വലിയൊന്നും നാട്ടുകാരുടെ ഉണ്ടാകത്തില്ലല്ലോ. അതായത് നമ്മുടെ നാടിന് സ്നേഹം മാത്രമേ ഉള്ളൂ, നാട്ടുകാർ കുറച്ച് സാമ്പത്തിക സ്നേഹം കൊടുപ്പിക്കുന്നു. സ്നേഹവും ആവേശവും നാടിനോടുള്ള പ്രതിബദ്ധതയുള്ളവർ വന്നു ചെയ്യുന്നു. അവർ പണം കൊടുത്ത് ജീവിപ്പിക്കുന്നു. അപ്പൊ 2 ചുണ്ടൻ വള്ളങ്ങളിലാണ് പ്രബലന്മാർ കരുത്ത് നടത്തുന്നതെങ്കിലും നാടിന്റെ സ്നേഹം കൊണ്ട് ആകെ ഒരു ചുണ്ടൻ വള്ളേ ഉള്ളൂ. ആ ചുണ്ടൻ വള്ളം ഇന്നത്തെ ദിവസം ഈ സമയത്താണ് അവരിപ്പോൾ ട്രയൽ നടത്തുന്നത്. വലിയ കാശൊന്നും മുടക്കാനില്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നത് പറയുന്നത് പോലെ ഉള്ളത് കൊണ്ട് നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്ത് കപ്പടിച്ചില്ലെങ്കിൽ പോലും CBLന് പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായി മാറുന്നത്. അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കരുത്. 100% നമ്മൾ കപ്പടിക്കും അല്ലെ? ആ ആവേശം ഈ തുഴച്ചിലുകാർക്ക് ഉണ്ടാവും. വരുന്ന ദിവസം 2017 മിന്നും പ്രകടനം കാഴ്ചവെച്ച UBC കൈനഗരി സെക്കൻഡ് എത്തി. കഴിഞ്ഞ അപ്പർ കുട്ടനാട് ജലമേളയിലെ അന്ന് തുടങ്ങിയതാരാ? ഇന്ന് UBC കാഴ്ചവെച്ച വള്ളമാണിത്. അപ്പൊ മങ്കൊമ്പ് വള്ളങ്ങളെ അപേക്ഷിച്ച് ഇത് പഴക്കം സ്റ്റാർട്ടപ്പുകളും അല്ലെ? എത്ര വർഷം പഴക്കമുണ്ട് നമ്മൾ ഈ നിൽക്കുന്ന വള്ളത്തിന്? 2012 പണിതാണ് ഇത്. അതായത് 12 വർഷം പഴക്കമുണ്ട്. പഴക്കമുള്ളതുകൊണ്ട് വെള്ളം കയറത്തില്ലല്ലോ.
വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകും. വീര്യം കൂടുന്നത് വൈനാണ്. പക്ഷെ വള്ളത്തിന്റെ കാര്യത്തിൽ പഴകുന്തോറും ഞാൻ വളരെ പഴമയും പ്രതാപവും നല്ലതാണ്. പക്ഷേ കൃത്യമായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രഷർക്ക് കാണാം, ഒരു കുഴപ്പമില്ല. ഈ വള്ളത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ഈ സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു തുഴ എറിഞ്ഞാൽ 15 മീറ്റർ അല്ലേ ആ സ്റ്റാർട്ടിൽ കിട്ടുന്ന ഇനിഷ്യൽ പുള്ളിങ് കിട്ടുന്ന ഓർഡർ. അപ്പോൾ ഉസൈൻ ബോൾട്ടിനെ പോലെ മിന്നിപ്പായാൻ പോകുന്ന വള്ളമാണ് ആയപ്പുറമ്പ് പാണ്ടി എന്നറിയപ്പെടുന്ന പവർ പാണ്ടി. പക്ഷേ വളരെ വലിയ ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ട് കാരിച്ചാൽ എത്തുന്നുണ്ട്, തലവടി ചുണ്ടൻ എത്തുന്നുണ്ട്. നമ്മളിതാ കായലിൻ്റെ വിശാലതയിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനോഹരമായ കാഴ്ചകൾ കാണാം. നമ്മൾ കായലിലേക്ക് എത്തുന്നു, മനോഹരമായ കാഴ്ചയാണ്. പ്രേക്ഷകർ ഇത് ആസ്വദിച്ചാട്ടെ. നോക്കൂ, ഈ തോട്ടിൽ നിന്ന് കൈനകരി കായലിലേക്ക് എത്തുമ്പോൾ ഇടുങ്ങിയ മനസ്സിൽ നിന്ന് വിശാലതയിലേക്ക് വരുന്ന കുട്ടനാടിനെ നിങ്ങൾക്ക് കാണാം. ഈ മത്സരമാണ്. ഇവിടെയാണ് ഇനി അങ്ങോട്ട് തീ പിടിപ്പിക്കുന്ന പോരാട്ടം തുടങ്ങാൻ പോകുന്നത്. പുന്നമട കായലിലാണ്. കായലിൻ്റെ വിശാല സൗന്ദര്യത്തിലേക്ക് വരിക. ഇവിടെ ഈ പ്രഭാതം കാണാൻ ഇത്ര മനോഹരമാണ് അല്ലേ. കുട്ടനാട്ടുകാരൊക്കെ ഭാഗ്യസിദ്ധിച്ചവരാന്ന് പറയും. പക്ഷേ 7 മാസം വെള്ളത്തിനെ താമസിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ദുരിതം അവർക്കല്ലേ അറിയൂ. ട്രോഫി നടന്ന ആദ്യം ഇത് മീനപ്പള്ളി വട്ടക്കായൽ അല്ലേ. മീനപ്പള്ളി വട്ടക്കായലിന് പ്രത്യേകതയുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നില്ലേ, 1952 ആദ്യമായിട്ട് ഇവിടെ നെഹ്റു എത്തുന്ന സമയത്ത് അന്ന് ഇവിടെ അടുത്ത മുരിക്കൻ്റെ മാർഷൽ എന്ന ബോട്ടിലാണ് ഈ നെഹ്റു വള്ളംകളി കണ്ടത്. അന്ന് നെഹ്റുവിനെ സ്വീകരിക്കാൻ വേണ്ടി തിരുക്കൊച്ചി സന്ദർശനം നടത്തിയിട്ട് കുട്ടനാട് സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത് ഈ സ്ഥലത്താണ്. ഇവിടെയാണ് 1952 ഡിസംബർ മാസത്തിൽ ആദ്യം 9 ചുണ്ടൻ വള്ളങ്ങൾ ചേർന്ന് നെഹ്റുവിനെ വിസ്മയിപ്പിച്ച്, നെഹ്റുവും ഇന്ദിരയും അന്ന് രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കൊച്ചുമക്കളാണ്, ചെറിയ പ്രായമാണ്, അവരെ ഇരുത്തിക്കൊണ്ട് ആ മനോഹരമായ വള്ളം കളിക്ക് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. ബോട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എടുത്തപ്പോൾ ഈ മാർഷൽ ബോട്ടിൽ നിന്ന് വള്ളത്തിലേക്ക് നെഹ്റു എടുത്തു ചാടി എന്നാണ് കഥ പറയുന്നത്. ഒടുവിൽ ആവേശം കണ്ടിട്ട് നെഹ്റുവിനെ ഈ വട്ടക്കായലിൽ നിന്ന്, മീനപ്പള്ളി വട്ടക്കായലിൽ നിന്ന് കൊച്ചി വരെ ചുണ്ടൻ വള്ളങ്ങൾ അനുഗമിച്ച് യാത്ര അയച്ചു എന്നൊരു കഥ കൂടിയുണ്ട്. കഥയല്ല, ചരിത്രമാണ്, നടന്ന സംഭവമാണ്. അതിനെ തുടർന്നാണ് നെഹ്റുവിൻ്റെ പേരിൽ ഈ മത്സരം അറിയപ്പെട്ടത്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി പിന്നീട് നെഹ്റു ട്രോഫിയായി മാറുകയായിരുന്നു. 1969 ശേഷം വലിയ ചരിത്രമുറങ്ങുന്ന, ഒരുപാട് തുടുപ്പും ആവേശവും ജീവിതവും കഥകളും ഒക്കെ ഉറങ്ങുന്ന ഈ പുന്നമടക്കായലിൻ്റെ വിശാലതയിലേക്ക്, കൈനകരി കായലിൻ്റെ വിശാലതയിലേക്ക്, മീനപ്പള്ളിയുടെ വട്ടക്കായലിൻ്റെ വിശാലതയിലേക്ക് നമ്മളിപ്പോൾ ഇതാ ചുണ്ടൻ വള്ളവുമായി എത്തിച്ചേർന്നിരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറയാണ്, മീനപ്പള്ളി വട്ടക്കായൽ എന്ന് പ്രത്യേകം എടുത്തു മീനപ്പള്ളി വട്ടങ്ങര എന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിളിച്ച് എന്നെ ഫോൺ ചെയ്ത് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും മീനപ്പള്ളി വട്ടക്കായൽ, ചരിത്രമുറങ്ങുന്ന മീനപ്പള്ളി വട്ടക്കായലിലൂടെ പ്രിയപ്പെട്ടവരെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു വിളംബര യാത്ര, റിപ്പോർട്ടർ ടിവിയുടെ വിളംബര യാത്രയാണ് കാണുന്നത്. നമുക്ക് 28-ാം തീയതി ഉഷാറാക്കണം. 28-ാം തീയതി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ കരയിൽ കപ്പടിച്ച് വരുന്നത് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കാരിച്ചാലാണോ, അതല്ല തലവടി ചുണ്ടനാണോ, നടുഭാഗം ചുണ്ടനാണോ, വിയപുരമാണോ, അതല്ല നമ്മളുടെ പവർ പാണ്ടിയാണോ ഈ കപ്പടിച്ച് വരുന്നത് എന്ന കാഴ്ച വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പവർ പാണ്ടി ആയിരിക്കും എന്ന കാര്യത്തിൽ അലക്സ് അച്ചായൻ ഒരു സംശയവുമില്ല. കൈനകരിക്കാർക്ക് കൈനകരിയുടെ കാര്യത്തിൽ സംശയമില്ല. പള്ളാത്തുരുത്തിക്ക് പള്ളാത്തുരുത്തിയുടെ കാര്യത്തിൽ സംശയമില്ല. സംശയമെല്ലാം ഒടുങ്ങുന്ന ദിവസമാണ് ഈ 28-ാം തീയതി നെഹ്റു ട്രോഫിയുടെ വള്ളംകളി നടക്കുന്ന, ആവേശോജ്വലമായ മത്സരം നടക്കുന്ന ആ നിമിഷത്തിലേക്ക് പ്രേക്ഷകർ വരിക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാനൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാം. ഈ ചുണ്ടൻ വള്ളങ്ങൾക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണെന്ന് അറിയുമോ? ഈ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതേപോലെയുള്ള ചുണ്ടൻ വള്ളങ്ങളിലാണത്രേ. 19ഓളം ഭടന്മാരുമായിട്ട് വള്ളത്തിലൂടെ പോയി കടൽ യുദ്ധം നടത്തുമായിരുന്നു. അതായിരുന്നു ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ചരിത്രം. അന്ന് ചുണ്ടൻ വള്ളങ്ങൾക്ക് അകമ്പടി സേവിച്ചിരുന്ന ചെറുവള്ളങ്ങളുണ്ട്. ആ വള്ളങ്ങളാണ് വെപ്പുവള്ളങ്ങൾ എന്നറിയപ്പെടുന്നത്. ആ വെപ്പുവള്ളങ്ങളിൽ നിന്ന് ഭക്ഷണം കൊടുക്കും. രാജാവിനും രാജാവിൻ്റെ സൈനികർക്കുമായിട്ട് ഭക്ഷണം കൊടുക്കും. അപ്പോൾ നല്ല സ്പീഡ് എടുത്തിരിക്കുന്നു നമ്മുടെ ചുണ്ടൻ വള്ളം. നല്ല സ്പീഡിലാണ് നമ്മുടെ തുഴക്കാർ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല താളം. ആ താളബോധത്തിനൊത്ത് നമ്മളുടെ തുഴച്ചിലുകാരിങ്ങനെ ആവേശോജ്വലമായ തുഴച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രെയിനിങ് കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ബോഡി, ചുണ്ടൻ വള്ളത്തിൻ്റെ ബോഡി വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിലുള്ളൂ. ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ ബോഡി വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിൽ ഉള്ളൂ. ഈ കായലിൽ ഇപ്പോൾ എത്ര ആഴം കാണും? ഇത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അറിയണോടൊക്കെ. എന്നാലും വീണാൽ എന്ത് ചെയ്യുമെന്ന് അറിയാലോ അല്ലേ? നല്ല സ്പീഡായിട്ടുണ്ട് ചുണ്ടൻ വള്ളത്തിന്റെ സ്പീഡ്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇത് നമുക്ക് കിട്ടുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ്. ഇത്തരം ചുണ്ടൻ വള്ളത്തിൽ ഈ നല്ല സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഫീലായിട്ട് ഇതിനകത്തിരിക്കണം. പാവപ്പെട്ട ഈ മനുഷ്യർ തുഴയുമ്പോൾ ബുദ്ധിമുട്ടിയോ? തളർന്നോ? ഇല്ല. സ്വന്തം ചേട്ടനാണ്. എന്താ പേര്? ഉമേഷ് ഉല്ലാസും അല്ലേ? ഉമേഷ് ഉല്ലാസും. അപ്പോൾ ഡോക്ടർ ഉല്ലാസിന്റെ സഹോദരനാണ്. ഉല്ലാസാണ് ഇതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ അല്ലേ? അപ്പോൾ
വീണ്ടും ഒന്ന് ചരിഞ്ഞു. അപ്പോൾ ചരിയുമ്പോൾ ചെറിയൊരു ടെൻഷൻ വരും. കായലാണ്, ഇവിടുന്ന് നീന്തി അക്കരക്കര എത്തണം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കുന്ന പരിപാടിയല്ല. ഇവരാരെങ്കിലുമൊക്കെ സഹായിച്ചാൽ അപ്പുറത്ത് വന്ന് നാളെ രാവിലെ നമുക്ക് കോഫി വിത്തരണമായിട്ട് കാണാം. ഇല്ലെങ്കിൽ അതായി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനോഹരമായ സ്ഥലമാണ് ഇത് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ആണ് അല്ലേ? മീനപ്പള്ളി വട്ടക്കായലിലെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പല കല്യാണങ്ങളും ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ഇത് ഒരു ടൂറിസത്തിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. മനോഹരമായ സ്ഥലമാണ്. ഇവിടെ വന്ന് കല്യാണം നടത്തി പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നെങ്കിൽ, ഭൂമിയിലൊരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് നമ്മൾ ലേക്ക് ഡാൽ തടാകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെയാണെന്ന് പറയും. പക്ഷേ മീനപ്പള്ളി വട്ടക്കായലിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ജീവിതത്തിൽ ഈ ഭൂമിയിലൊരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണെന്ന്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇവിടുത്തെ കാഴ്ചയുണ്ടല്ലോ, അപാരമായ കാഴ്ചയാണ്. ശരിക്കും ഗോഡ്സൺ കൺട്രിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഗോഡ്സൺ കൺട്രിയിൽ, കുട്ടനാട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലം. അത് ഏറ്റവും മനോഹരമായ സ്ഥലം. അതെ, അതൊരു സംശയവുമില്ല. ആ മനോഹരമായ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, മീനപ്പള്ളി വട്ടക്കായലിൽ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ബോട്ട് റേസ് നടക്കുന്നത്. ഇവിടെയാണ് നെഹ്റു വന്നിറങ്ങുന്നതും. നെഹ്റുവിന് വേണ്ടിയിട്ട് ഈ വട്ടക്കായലിലാണ് ആദ്യത്തെ മത്സരം ആദ്യം നടക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്, രണ്ടാമത് നടക്കുന്നത് മീനപ്പള്ളി വട്ടക്കായലിലാണ്. ആദ്യം വേമ്പനാട്ട് കായലിലാണ് നടക്കുന്നത്. ഇത് രണ്ടാമത് 1954 നടന്നത് ഇവിടെയാണ്. 55 മുതൽ പുന്നപ്പട കായലിലേക്ക് മാറി. അതെ. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കലാരൂപങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ രൂപങ്ങളിലേക്ക് ഒക്കെ വരാം. പുന്നമടക്കായലിന് തീപിടിക്കാൻ കുട്ടനാടിൻ്റെ ആവേശം ജലപ്പരപ്പിൽ ഒരു പൂരമായി മാറാൻ ഇനി അവശേഷിക്കുന്നത് ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ്. 19 ചുണ്ടൻ വള്ളങ്ങൾ അടക്കം 74 വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന നെഹ്റു ട്രോഫി, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൻ്റെ വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ TVയും കുട്ടനാട്ടെ നാട്ടുകാരും ഒരുമിച്ച് ചേർന്ന് ഒരു മെയ്യോടുകൂടി, ഒരു മനസ്സോടുകൂടി, ഒരു കണ്ണോടുകൂടി ഈ വള്ളംകളി വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വള്ളംകളി സംരക്ഷണ സമിതി വലിയ താല്പര്യം പ്രകടിപ്പിച്ചു. ഒടുവിൽ കുട്ടനാടിൻ്റെ ഹൃദയമറിഞ്ഞ് സർക്കാർ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ തീരുമാനിച്ച വിവരം റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു. ഈ ഇത്തവണത്തെ 70ാമത്തെ വള്ളംകളി നമുക്ക് കെങ്കേമമാക്കണം. അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ ഈ കൈനകരിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, എനിക്ക് പിന്നിൽ മനോഹരമായ ഈ കായൽ കാണാം. ഈ വട്ടക്കായൽ, മീനപ്പള്ളി വട്ടക്കായൽ എന്നാണ് ഇതിന് പറയുക. ഇവിടെയാണ് രണ്ടാമത് നെഹ്റു ട്രോഫി. അന്ന് നെഹ്റു ട്രോഫി അല്ല, അന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ്. 1954 വള്ളംകളി നടക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് 1952 വേമ്പനാട്ട് കായലിൽ നെഹ്റു വരുന്നതും നെഹ്റു വന്ന് മത്സരം കാണുന്നതുമെല്ലാം. അവിടെ മുതൽ തുടങ്ങിയ വലിയ ചരിത്രമാണ്, കുട്ടനാടിൻ്റെ ജീവിതമാണ്, കുട്ടനാടിൻ്റെ ജീവിത സ്പന്ദനമാണ് ഈ തുഴയും ഈ വഞ്ചിപ്പാട്ടും ഈ വള്ളംകളി മത്സരമെല്ലാം. അതൊരിക്കലും മുടങ്ങാൻ ആ മനുഷ്യർ ആഗ്രഹിക്കുന്നില്ല. ആ സർക്കാർ ഒപ്പം നിന്നു. ഒടുവിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഉദ്ഘാടനമാവുന്നു. 66 മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കാഴ്ചകൾ കൂടി പ്രേക്ഷകരൊന്ന് കാണൂ. കുറേ കലാകാരന്മാർ നമുക്കൊപ്പമുണ്ട്. നമ്മൾ ആ സ്ഥലത്തേക്ക് കൂടി പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടി നടക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറിൽ നമ്മൾ പ്രേക്ഷകർ അറിയിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ യാത്ര. എന്താ പേര്? എൻ്റെ പേര് പ്രജിത്ത്. ഈ സ്വീകരണം എന്തിനു വേണ്ടിയാണ്? ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് വേണ്ടിയാണോ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയാണോ? ഇത് നെഹ്റു ട്രോഫി നടത്താൻ റിപ്പോർട്ടർ ചാനൽ എടുത്ത ഇനിഷ്യേറ്റീവിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഇന്നിപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പേ നമ്മൾ മിനിസ്റ്ററെ കണ്ടിരുന്നു. മിനിസ്റ്ററെ കണ്ട് നമ്മൾ നിവേദനം നൽകി. അദ്ദേഹത്തോട് നമ്മൾ എന്തുകൊണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. മാത്രമല്ല, ഞാനിവിടെ വന്നിറങ്ങിയ നിമിഷം മുതലുള്ള ഏറ്റവും കൂടുതലുള്ള കമന്റുകൾ, ഈ 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? ആ വാർത്തയും അങ്ങനെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു. സന്തോഷമായി ലഭിച്ച സന്തോഷത്തിൽ 2 വരി ഒന്ന് പാടിയാലോ? അതായത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊപ്പം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടിയുണ്ട്. ആ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കൂടി സന്തോഷം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ തകർക്കും. ബേബിച്ചന്റെ വക ഒരു പാട്ടുണ്ട്, പെർഫോമൻസ് ഉണ്ട്. ഹരികുമാർ സാറേ ഇങ്ങോട്ട് വന്നാട്ടെ. അപ്പോൾ ഈ സന്തോഷ വാർത്തയിൽ കുട്ടനാട്ടുകാർ ഒരുമിച്ച് നിൽക്കുന്നു. റിപ്പോർട്ടർ TVക്കൊപ്പം ഇവിടെ ചില കലാപരിപാടികളുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഇതൊരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്നപ്പോൾ ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നുണ്ടോ? അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ യാത്ര തുടരുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് തെയ്യമുണ്ട്, തെയ്യം കലാകാരനുണ്ട്, തനത് വാമൊഴിക്കൂട്ടം നമുക്കൊപ്പം ഉണ്ട്. കാവാലത്തെ തനത് വാമൊഴിക്കൂട്ടമാണ്. തനത് വാമൊഴിക്കൂട്ടം എന്നാണ് പറയുക. കാവാലത്തെ കലാകാരന്മാരുണ്ട്. എല്ലാവരും കലാകാരന്മാരാണ്. എന്താ പേര്? എൻ്റെ പേര് രാജേഷ്. തെയ്യത്തിന്റെ പേരെന്താ? സന്തോഷ് കാവാലം. സന്തോഷ് കാവാലമാണ് നമ്മുടെ തെയ്യം. അജേഷ് കാവാലം. അജേഷ് കാവാലം. ശ്യാം കാവാലം. സാം കാവാലം. വിജേഷ് നാരായണൻ. ഓക്കെ. പ്രമോദ് കാവാലം. പ്രമോദ് കാവാലം. ബിനു ചമ്പക്കുളം. ബിനു ചമ്പക്കുളം. പ്രദീപ് മങ്കമ്പ്. ഓക്കെ. പ്രദീപ് മങ്കമ്പ്. ഞാൻ അരുൺകുമാർ, റിപ്പോർട്ടർ. അപ്പോൾ നമ്മളുടെ കാവാലത്തിന്റെ തനത് വാമൊഴിക്കൂട്ടമാണ്. പ്രേക്ഷകരുടെ പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ CBL അനുവദിച്ച നെഹ്റു ട്രോഫി വള്ളംകളി അനുവദിച്ച സർക്കാരിന് കൂടി വേണ്ടി കനടങ്കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടും കുരവയുമായി ആ കെട്ടുവള്ളങ്ങൾ നിരന്നേ ദയ്യാദിനും ദിനും താരോ കയ്യാദിനും ദിനും താരോ കയ്യാദിനും ദിനും താരോ അകദയ്യത്തിനും ദിനും താരോ കുട്ട
കുട്ടനാടങ്കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടും കുരവയുമായി ആ കെട്ടുവള്ളങ്ങൾ നിറന്നേ ദയ്യാദിനും ദിനും താരോ ദയ്യാദിനും ദിനും താരോ ദയ്യത്തിനും ദിനും താരോ കാവാലത്തപ്പന്റെ നാട്ടിൽ ശ്രീലകം വാഴുന്ന കോവിൽ കോവില് ചുറ്റി പറക്കും എന്റെ അമ്പലപ്രാവുകളെ ദയ്യാദിനും ദിനും താരോ ദയ്യാദിനും ദിനും താരോ ദയ്യാദിനും ദിനും താരോ അകദയ്യത്തിനും ദിനും താരോ അടി കുട്ടനാടങ്കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടും കുരവയുമായി ആ കെട്ടുവള്ളങ്ങൾ നിറന്നേ അതാണ് അതെങ്ങനെയാണ് ആ വിദ്യ എന്ന് മനസ്സിലായില്ല. അത് കൊള്ളാം, സംഭവം പൊളിച്ചു അല്ലേ? അപ്പൊ കനേരി ചേട്ടാ, കനേരി കൈനകരി വിജയൻ ചേട്ടൻ ഇവിടുത്തെ ഈ വള്ളംകളിയുടെ ചരിത്രവും അതിന്റെ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ ഹരികുമാർ സാറിനെ പോലെ അറിയാവുന്ന ആളാണ് അല്ലേ? അപ്പൊ ഇത്തവണ വലിയ സന്തോഷമുണ്ട്. CBL വരുന്നു, നെഹ്റു ട്രോഫി വരുന്നു. കുട്ടനാട് ആകെ സന്തോഷത്തിലാണ്. ഒരു സന്തോഷമുള്ള ജനത ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ അറിയിപ്പിൽ. ഇതിന് മുൻകൈയെടുത്ത റിപ്പോർട്ടർ ചാനലിന് 1000 അഭിനന്ദനങ്ങൾ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വിജയൻ ചേട്ടാ, സത്യസന്ധമായി പറഞ്ഞാലേ ഈ വയനാട്ടിലൊക്കെ പോയി നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ വാർത്താ ഗ്രൂപ്പിൽ നിന്നവരൊക്കെ ഒരുപാട് സങ്കടപ്പെട്ട നിമിഷമായിരുന്നു. ഒടുവിൽ സുധിയുടെ വാർത്തയൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഈ സങ്കടം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം. അപ്പോഴാണ് ഈ ബോട്ട് ശരിയാണ് മാറ്റി വെച്ചു. ആ സമയത്ത് നമുക്ക് പറ്റത്തില്ല, ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയാണല്ലോ നടക്കേണ്ടത്. പക്ഷേ അപ്പോൾ മന്ത്രി പറഞ്ഞു നമുക്കിത് ആലോചിച്ചുകൂടെ എന്നെല്ലാവരും കൂടി ആലോചിച്ചു. എന്തായാലും മന്ത്രി ഇത് സമ്മതിച്ചു. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആ ഒരു മൂടൊക്കെ അങ്ങോട്ട് പതുക്കെ മാറി. അല്ലെങ്കിൽ ലക്ഷങ്ങൾ നഷ്ടമാണ് ഓരോ ക്ലബ്ബുകൾക്കും ഉണ്ടാകുന്നത്. ഈ വള്ളംകളി നടത്തി അതോടൊപ്പം തന്നെ പുതിയ CBL വരാൻ പോകുന്നു. ഈ CBLന്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്ലബ്ബുകളെല്ലാം ഈ ഒരുപാട് സാമ്പത്തികം മുടക്കി ട്രയലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില്ലാന്ന് പറഞ്ഞപ്പോൾ നെഞ്ചു തകർന്നു. വർഷം സത്യത്തിൽ ഈ ഇത്തവണ ഈ വള്ളംകളി നടന്നില്ലായിരുന്നെങ്കിൽ അടുത്ത വർഷം ഒരൊറ്റ ബോട്ട് ക്ലബ്ബുകളും വരില്ലായിരുന്നു എന്നുള്ള സത്യം. അതില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടനാടിന്റെ സാംസ്കാരിക ജീവിതം നിശ്ചലമായി പോയത്. എന്നാലും സർക്കാർ ഉചിതമായ സമയത്ത് ആ ഉചിതമായ തീരുമാനം എടുത്തു എന്നതാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ വള്ളവും വെള്ളവും, അതാണ് കുട്ടനാട്. വള്ളം, വെള്ളം, പിന്നെ വെള്ളം, ആ വെള്ളമല്ല അല്ലേ? പക്ഷേ ഇവിടുത്തെ ആ വെള്ളവും കുട്ടനാട്ടിലെ കള്ള് വലിയ ഫേമസ് അല്ലേ? ഫേമസ് ആണ്. കരിമീനും കള്ളും വളരെ. പക്ഷേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് നിയമപ്രകാരം മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നു. കാര്യം കുട്ടികളടക്കമുള്ള ഒരു പാട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കള്ളു കുടിച്ചില്ലെങ്കിൽ കരിമീൻ കഴിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. കുട്ടനാട്ടിലെ കരിമീൻ എടുത്തുണ്ടല്ലോ, അഷ്ടമുടി കരിമീനാ നല്ലത് അഷ്ടമുടിക്കാർ പറയും. പക്ഷേ കുട്ടനാട്ടുകാർ പറയും കുട്ടനാട്ടെ കരിമീനാ നല്ലത് അല്ലേ? പക്ഷേ എന്തായാലും ഹൗസ് ബോട്ടിൽ വെച്ച് മനോഹരമായ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ കരിമീനൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഇത് കാണാൻ വരിക. വള്ളംകളിക്ക് നിങ്ങൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ഈ കുട്ടനാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തോളൂ. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ, മണിക്കൂറുകളിൽ തന്നെ നിങ്ങൾ വരിക. രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിഞ്ഞിട്ട് പോവാം അല്ലേ? റൂമൊന്നും എടുക്കണമെന്നില്ല. വന്ന് രാവിലെ വന്ന് കാണുക, പോവുക അല്ലേ? അപ്പോൾ നെഹ്റു ബോട്ട് റേസിന് വേണ്ടി നമ്മൾ റിപ്പോർട്ടറും കൂടി ഒരു സ്പെഷ്യൽ ക്യാമ്പയിനാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നടത്തുന്നത്. അതിനോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടിയുള്ളത് CBL നടക്കുന്നു എന്നുള്ളതാണ്. ആ സന്തോഷ വാർത്തയ്ക്കൊപ്പം ഒരു പാട്ടുകാരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വന്നാട്ടെ, നമ്മുടെ പാട്ടുകാരുടെ പേര് ലൈസ ജോണി. എവിടെ സ്വദേശം? ചങ്ങനാശ്ശേരിയാണ് ജന്മദേശം. ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. തൃശ്ശൂരിൽ നിന്നാണ്. ചങ്ങനാശ്ശേരി കുട്ടനാട് വള്ളംകളിയൊക്കെ കണ്ടിട്ടുണ്ട്. ഏത് ക്ലബ്ബാ ഇഷ്ടം? കാരിച്ചാലാണോ ഇഷ്ടം? ചുണ്ടൻ കാരിച്ചാലാണോ, നടുഭാഗമാണോ? അത് ഏത് ക്ലബ്ബ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരിച്ചാൽ ഏറ്റവും കൂടുതൽ കപ്പടിച്ച ക്ലബിനോടൊപ്പം നിന്നു പാട്ടുകാരി. 15 തവണയാ അല്ലേ? സേഫാണ്. നമുക്ക് പിന്നെ സാർ പറഞ്ഞിട്ട് നമുക്കൊരു പാട്ട് പാടാം. പക്ഷെ നാടൻ പാട്ടായിരിക്കും. വായ്മൊഴിക്കൂട്ടമുണ്ട്, അവരതിന് താളമിടും. ബേബിച്ചന്റെ പാട്ട്, ബേബിച്ചന്റെ പാട്ട്, കാവാലം തനത് വായ്മൊഴിക്കൂട്ടത്തിന്റെ താളം. ശരി, അവരുടെ കൂടെ കണ്ണാടി താഴെ. അപ്പോൾ ഇവിടെ ഏത് മേഖലയിലും പിന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് നമുക്ക് സ്ത്രീകളെ പറ്റി ഒരു പാട്ട് പാടാം. ഓക്കെ, റെഡിയാണല്ലോ? അതെ, പാടുമല്ലോ. റെഡി, പാടിക്കൂ. എന്തെന്നാ? റെഡി. ഓക്കെ. അതിന്റെ വായ്ത്താരി ഇങ്ങനെ നന്നായിട്ട് സഹകരിച്ചാണ്. അത്തിനെന്താവും തൈ തൈ തിനുന്താരേ തൈ തൈ, അത്തിനെന്താം തൈ തൈ തിനുന്താരേ തൈ. തെക്ക് തെക്കേ തൈ ചെന്നൊരു പെണ്ണു കണ്ടേ തൈ തൈ, അത്തിനെന്താവും തൈ തൈ തിരുന്താരേ തൈ തൈ. അത്തിനെന്താവും
കണ്ടാൽ തൈ വില്ലുകുലച്ച പോലെ തൈ തൈ അത്തിനുണ്ടോ തൈ തൈ തിരുന്താരേ തൈ തൈ ആ കണ്ണ് കണ്ടാൽ തൈ കണ്ണാടി മിന്നും പോലെ തൈ തൈ അത്തിനുണ്ടോ തൈ തൈ തിരുന്താരേ തൈ തൈ ആ തിരുന്താരേ. ഗംഭീരമായി. അപ്പോ തനത് വായ്മൊഴിക്കൂട്ടത്തിന്റെ പാട്ട്, ബേബിച്ചന്റെ പാട്ട്, കുട്ടനാടിന്റെ ആവേശം, വഞ്ചിപ്പാട്ട്, താളം, ആവേശം, ഇതെല്ലാം മുറ്റി നിൽക്കുന്ന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് വേണ്ടി പുന്നമടക്കായലിനെ തീപിടിപ്പിക്കാൻ ഷഡരാജാക്കന്മാർ നീറ്റിലിറങ്ങാൻ പോകുന്നു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ട്രോഫി നേടിയ വിയപുരം ചുണ്ടനാണോ ഇത്തവണ കപ്പടിക്കാൻ പോകുന്നത്? 15 തവണ കപ്പടിച്ച കാരിച്ചാൽ ചുണ്ടനാണോ? കഴിഞ്ഞ തവണ വിയപുരത്തിന്റെ എഞ്ചിനായി പ്രവർത്തിച്ച PVC അല്ലേ? PVC ഇത്തവണ കാരിച്ചാലിന് വേണ്ടിയാണ് തുഴയെറിയാൻ പോകുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചുണക്കുട്ടികളും UBC കൈനഗരിയും തമ്മിലുള്ള പോരാട്ടമാണോ നമ്മൾ കാണാൻ പോകുന്നത്? ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയവരെല്ലാവരും മത്സരത്തിൽ വാശിയേറി മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ബേബിച്ചൻ ചെറിയ കക്ഷിയല്ല കേട്ടോ, ഫോക്ലോറിന്റെ പുരസ്കാരമൊക്കെ കിട്ടിയ കക്ഷിയാ അല്ലേ? 2 തവണ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചേട്ടനാണ് ഇപ്പോൾ നമുക്ക് പാടുപാടിയത്. നമുക്ക് ലീസ ജോൺ അല്ലേ? ലീസ ജോണിന്റെ ഒരു പാട്ട് കൂടി നമുക്കൊന്ന് കേൾക്കാം. ശലഭം വന്നു പോയി ആനന്ദ ഗീതാ മോഹനൻ മലരേ തേൻ മലരേ മലരേ ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ മലരേ ലൈസ ജോണിന്റെ പാട്ട് കേട്ടു, ബേബിച്ചന്റെ ഫോക്ലോർ പാട്ട് കേട്ടു അല്ലേ? നമ്മുടെ തനത് വായ്മൊഴിക്കൂട്ടത്തിന്റെ പാട്ട് കേട്ടു, നമ്മുടെ കാവാലത്തിന്റെ ഓമന രാഘവൻ. അതാരാ ഓമന രാഘവൻ? ആരാ ഓമന രാഘവൻ? ആരാ? തന്നെയല്ലേ, വഞ്ചിപ്പാട്ടിൻ ടീമിന്റെ അല്ലെ, കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് ടീമിന്റെ പാട്ട് കേട്ടു, പ്രകടനങ്ങൾ കണ്ടു. അപ്പോൾ നമ്മളുടെ യാത്ര തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളൊന്നും അറിഞ്ഞു വരണം. സുന്ദരമായ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കൈനഗരിയിലാണ്, മീനപ്പള്ളി വട്ടക്കായൽ എന്നറിയപ്പെടും. ഇതൊരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ വെച്ച് കല്യാണം കഴിക്കണമെന്ന്, കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇങ്ങോട്ട് പോരുക. പുന്നമടക്കായലിന് തീപിടിക്കാൻ മണിക്കൂറുകൾ മാത്രം. നമുക്കൊപ്പം കുറുപ്പ് സാർ ചേരുന്നുണ്ട്. കുറുപ്പ് സാറേ നമസ്കാരം. നമസ്കാരം കുറുപ്പ് സാറ് ഇവിടുത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അല്ലേ? അപ്പോൾ 2 സന്തോഷ വാർത്തയുണ്ട്. ഒന്ന്, CBL നടത്തും. 2, നെഹ്റു ട്രോഫി വള്ളംകളി യാഥാർത്ഥ്യമായി. സന്തോഷമായില്ലേ? വളരെ സന്തോഷം. വളരെ. അപ്പോൾ എല്ലാം ഉഷാറാണ്, എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ഉഷാറാണ്. എല്ലാം 19 എണ്ണം എല്ലാം ഉഷാറാണ്. ഓഗസ്റ്റ് 10 നടത്താനും ഞങ്ങൾ ഉഷാറ് തന്നെയാണ്. ഓഗസ്റ്റ് 10-ാം തീയതി നടത്തുന്നതിനും നമ്മളെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതാണ്. പക്ഷേ അവിചാരിതമായി ഉണ്ടായ വയനാട് ദുരന്തത്തിൽ കളി മാറ്റിവെക്കേണ്ടി വന്നു. നമുക്ക് വളരെ പ്രയാസമുണ്ടായ നമുക്കും അത് മാറ്റിവെക്കുന്നതിനോട് പൂർണ്ണ യോജിപ്പായിരുന്നു. ഗവൺമെൻറ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്തു എന്നതാണ് എനിക്ക് അതിനകത്ത് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം അത്തരത്തിലൊരു തീരുമാനം തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഏത് ആവേശത്തിൻ്റെ ഉള്ളിലും മനുഷ്യസ്നേഹികളായ ആർക്കും ആ വള്ളംകളി അന്ന് മാറ്റിവെക്കാനേ കഴിയുള്ളൂ. അതിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിച്ചു. പക്ഷേ അതിനുശേഷം ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഒരു ലക്ഷണം കണ്ടപ്പോൾ എല്ലാ വള്ളംകളിയെ സ്നേഹിക്കുന്നവരും ഇതിൽ ബന്ധപ്പെട്ട സംഘടനകളും വള്ളങ്ങളുടെ അസോസിയേഷനും ക്ലബ്ബുകളുടെ അസോസിയേഷനും എല്ലാം ഗവൺമെൻറ്റിനെ സമീപിച്ചു. എനിക്കതിലുപരി പറയാനുള്ളത്, ഞാനിപ്പോൾ നിങ്ങളുടെ ചാനലിൽ പറയുന്നു എന്നുള്ളത് കൊണ്ട് പറയുകയല്ല, ഒരുപക്ഷെ ഈ 70 വർഷത്തിലെ ഒരു 40 വർഷത്തെ അനുഭവം വള്ളംകളിയിലുള്ള ആളാണ് ഞാൻ. അതിൽ ഒരു 4 നൂറ്റാണ്ടോളം കാലം ഈ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു ദൃശ്യമാധ്യമം ഇത്രയും സമയം ഈ മഹത്തായ ഈ ജലമേളയെ, ഈ കുട്ടനാടിൻ്റെ ജീവതാളത്തെ
കേരളത്തിൻ്റെയും ആലപ്പുഴയുടെ പ്രത്യേകിച്ചും വികാരമായ ഈ നെഹ്റു ട്രോഫി ബോട്ട് റേസിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ എടുത്ത ഈ സ്ട്രെയിൻ, ഇതിന് മുടക്കിയ പണം, ഇതിനു വേണ്ടി എടുത്ത സമയം, ഇതിൻ്റെ അധ്വാനം, പിന്നെ താങ്കളെപ്പോലെ ഒരു യങ് എനർജറ്റിക് പത്രപ്രവർത്തകൻ എടുത്ത ഇനിഷ്യേറ്റീവ്, ഇതിനെയൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഈ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലും നെഹ്റു ട്രോഫിയുടെ ഒരു മുഖ്യ സംഘാടകരിൽ ഒരാളെന്ന നിലയിലും എനിക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. താങ്ക് യു സർ. കുറുപ്പ് സാറേ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള കുറേ മനുഷ്യർ, കുറേ അധ്വാനമാണ്, എനിക്കൊന്നു ഒരു വർഷം തന്നെ നീണ്ടു നിൽക്കുന്ന അധ്വാനമാണ് CBLലും നെഹ്റു ട്രോഫിയും. അപ്പോൾ അതൊക്കെ മുടങ്ങിപ്പോകുന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഞങ്ങൾ ആദ്യം വിചാരിച്ചു യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ നിലപാടെടുത്താൽ തിരിച്ചടിയാവുമോ വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ. പക്ഷേ പിന്നീട് ഞങ്ങൾ പോയ ചൂരൽമല മുണ്ടക്കയിലെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, അവരും പറഞ്ഞു നിങ്ങളത് നടത്തണം എന്ന്. ചൂരൽമലയിലെ ആളുകൾ കൂടി പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെടുന്നതും നമ്മൾ മന്ത്രി ഒടുവിൽ അത് നമ്മുടെ ചാനലിലൂടെ പ്രഖ്യാപിക്കുന്നു. സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ചുണ്ടൻവള്ളത്തിലൊന്ന് കയറിയാലോ? ആയാപ്പറമ്പ് പാണ്ടി എന്ന പവർ പാണ്ടിയിൽ കയറുക. അങ്ങേക്ക് ചുണ്ടൻവള്ളം സ്വന്തമായിട്ടുണ്ടോ? 2 ചുണ്ടൻവള്ളം. ഏതൊക്കെയാ? ശ്രീ ഗണേശനും കാർത്തികേയനും. 2 ഇത്തവണ പങ്കെടുക്കുന്നില്ല. ശ്രീ ഗണേശൻ ഒരിക്കൽ കപ്പടിച്ചു, 2 തവണ റെക്കോർഡ് അടിച്ച് കപ്പടിച്ചു അല്ലേ? റെക്കോർഡടിച്ച് ശ്രീ ഗണേശൻ പഴയ ദൂരത്തിൽ ആലപ്പുഴയിലെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ, അന്നിത് 1400 മീറ്ററായിരുന്നു ഞങ്ങളുടെ മത്സര ദൂരം. അത് കഴിഞ്ഞത് 1250 ആക്കി. ഇപ്പോൾ അത് 1040 മീറ്ററായി ചുരുക്കി. 1040 മീറ്ററാണ് ട്രാക്ക്. 1041 മീറ്ററാണ് എക്സാക്ട് ലെങ്ത് ഓഫ് ദ ട്രാക്ക്. 1041 മീറ്റർ കുതിച്ചെത്തുന്നത് ആരായിരിക്കും? എങ്കിലും ഒരു പ്രഡിക്ഷൻ ആരായിരിക്കും സാധ്യത? കഴിഞ്ഞ തവണ വിയപുരമായിരുന്നു. അപ്പോൾ വിയപുരം തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. UBC കൈനഗരി ഇന്നലെ കഴിഞ്ഞ തവണ സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്തു, പക്ഷേ 3ാം സ്ഥാനത്തായിപ്പോയി. ഇത്തവണ UBC കൈനഗരിയും നല്ല തയ്യാറെടുപ്പാണ്, പള്ളാത്തുരുത്തിയും നല്ല തയ്യാറെടുപ്പാണ്. പക്ഷേ പള്ളാത്തുരുത്തി തുഴയുന്നത് കാരിച്ചാലാണ്. കാരിച്ചാൽ 15 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ആരായിരിക്കും ഇത്തവണ കപ്പടിക്കുക? ചുണ്ടൻ വള്ളങ്ങളുടെ അസോസിയേഷൻ ഭാരവാഹി എന്ന നിലയിൽ എന്ത് തോന്നുന്നു? ഞാൻ കാരിച്ചാൽ വള്ളത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നാണ് ചുണ്ടൻവള്ള അസോസിയേഷൻ്റെ പ്രസിഡൻ്റായത്. ആ തരത്തിൽ എനിക്ക് വലിയ വൈകാരികമായൊരു ബന്ധവും എനിക്ക് ഷെയറുള്ള വള്ളവുമാണ്. പക്ഷേ ഇന്നത്തെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മുഴുവൻ ചുണ്ടൻ വള്ളങ്ങളുടെയും പ്രസിഡൻ്റാണ് ഞാൻ. 30 ചുണ്ടൻ വള്ളങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്രാവശ്യം മത്സരിക്കുന്ന 19 വള്ളങ്ങളിൽ ഏതാണ്ട് 10ഓളം വള്ളങ്ങൾ നെഹ്റു ട്രോഫി ജയിക്കാൻ തന്നെ വരുന്നവരാണ്. അതിൽ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞ ആലങ്കാരികതയൊന്നുമില്ലാതെ പറഞ്ഞാൽ ഒരു 5 വള്ളങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിലാണ്. അതിൽ ഒരു 3 വള്ളങ്ങൾ നിശ്ചയമായും ജയിച്ചിരിക്കും എന്ന് ഉറപ്പിച്ചുമാണ്. അതിലൊരാൾ ജയിക്കും. അതെനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത് ശരിയല്ല. എൻ്റെ മനസ്സിൽ എനിക്ക് ആര് ജയിക്കുമെന്നും എത്ര വ്യത്യാസത്തിൽ ജയിക്കുമെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്ന് കാരിച്ചാലും ഒന്ന് തലവടിയുമായിരിക്കും ആ 3 ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏത് വള്ളം 1 ആകുമെന്നും ഏത് വള്ളം 2 ആകുമെന്നും അത് എത്ര വ്യത്യാസത്തിൽ ജയിക്കുമെന്നും ഒരു ധാരണയുള്ള ആളാണ്. പക്ഷേ എനിക്കത് ഏത് വള്ളം മൈക്ക് മാറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ജയിച്ചാലും അത് ഞാൻ അങ്ങോട്ട് ഒരു ഇൻസിഡന്റ് പറയാം. എൻ്റെ വള്ളം ഹാട്രിക് നേടാൻ 3ാം വർഷം ജയിക്കുമ്പോൾ എൻ്റെ വള്ളത്തെ തോൽപ്പിച്ചു എന്ന് വാർത്ത വന്നതും കപ്പ് കൊടുത്തതും ചമ്പക്കുളം ചുണ്ടനാണ്. പക്ഷേ ആ ചുണ്ടൻ വള്ളത്തിൻ്റെ ജയത്തിൽ ഗുരുതരമായ തർക്കവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് 10 വർഷത്തിന് ശേഷം അങ്ങയുടെ ചാനലിന് മുമ്പിലാണത് പറയുന്നത്. ആ വിജയം യഥാർത്ഥത്തിൽ സാങ്കേതികമായി ശരിയായിരുന്നില്ല. പക്ഷെ ഞാനതിന് തർക്കിച്ചില്ല. ഞാൻ ആ വള്ളത്തിന് കപ്പ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ വിജയത്തിൽ തർക്കം ഉണ്ടാക്കിയില്ല. കാരണം ഞാൻ ആ വള്ളത്തിന്റെയും കൂടെ പ്രസിഡന്റാണ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ചമ്പക്കുളം അന്ന് സ്വന്തമാക്കിയതുപോലെ വിയപുരം കഴിഞ്ഞ് നമ്മൾ സ്വന്തമാക്കിയതുപോലെ ഇത്തവണ ആര് സ്വന്തമാക്കുമെന്നതാണ് ചോദ്യം. കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഏറെ അസാധാരണമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ആയപ്പറമ്പ് പാണ്ടി എന്ന പവർ പാണ്ടി ചുണ്ടൻ വള്ളത്തിലാണ് ഞാനിപ്പോൾ പ്രേക്ഷകർക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു ട്രോഫിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര യാത്ര നമ്മളിപ്പോൾ കൈനഗരിയിലേക്കാണ് പോകുന്നത്. കൈനഗരിയിലെ UBCയെ നമുക്കൊന്ന് കാണണം. UBC കൈനഗരിക്കൊപ്പം കൈനഗരിയിലെ നാട്ടുകാരും നമ്മളെ കാത്തിരിക്കുന്നു. ഇത്തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് കപ്പ് കൊടുക്കില്ല, അത് തലവടി ചുണ്ടൻ അടിച്ചു മാറ്റുമെന്നാണ് പറയുന്നത്. അതിന് മങ്കൊമ്പ് തെക്കേക്കര വിട്ടുകൊടുത്തിട്ട് വേണ്ടേ എന്നാണ് ഡോക്ടർ ഉല്ലാസ് ആലോചിക്കുന്നത്. പക്ഷേ എങ്കിലും കനത്ത പോരാട്ടമായിരിക്കുമെന്നത് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ചുണ്ടൻ വള്ളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇന്നത്തെ വാർത്താ പ്രഭാതയാത്ര നമ്മൾ ആരംഭിച്ചത്. മനോഹരമായ യാത്ര. ഈ താളത്തിൽ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ്. നമുക്ക് നല്ല സുഖമാണ്. തുഴയുന്ന ചേട്ടന്മാർക്കാണല്ലോ ബുദ്ധിമുട്ട്. അവരുടെ എനർജിയാണ് പോകുന്നത്. ബുദ്ധിമുട്ടുണ്ടോ? ടെൻഷനുണ്ടോ? ഇല്ല. ചെറിയൊരു എനർജി കുറവുണ്ടോ? രാവിലെ എന്ത് കഴിച്ചു?
കാപ്പി കുടിച്ചു അല്ലേ? അപ്പോൾ ഇത്തവണ കനത്ത പോരാട്ടത്തിലാണ് വരിക. എന്തായാലും നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ ഈ നമുക്ക് മങ്കൊമ്പ് തെക്കേക്കര വിഭാഗത്തെ നമ്മൾ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ കുട്ടനാടിൻ്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി ഇരു കരകളും തൊട്ടുകൊണ്ടുള്ള നമ്മുടെ യാത്രയാണ്. നമ്മുടെ ബോട്ടിലും KSRTC-യിലുള്ള ജീവനക്കാരൊക്കെ ഇവിടെയുണ്ട്. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങൾ മാറ്റിവെക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വരവറിയിച്ചുകൊണ്ട് റിപ്പോർട്ടർ TV നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജലപ്പരപ്പിലൂടെയുള്ള വിളംബര യാത്രയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ലിനു ചേരുന്നുണ്ട്. ലിനു മറ്റൊരു പത്രത്തിന്റെ മറ്റൊരു മാധ്യമത്തിന്റെ പ്രാദേശിക ലേഖകനാണ്. കുഴപ്പമില്ലല്ലോ ഞങ്ങളോട് സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ മൈക്കൊന്ന് പിടിച്ചാട്ടെ. ഇനി എന്നെ ഈ വള്ളം തുഴയൊന്ന് പഠിപ്പിച്ചാട്ടെ. ഇത് ആദ്യം ഇവിടെ പിടിക്കും. ഈ തുഴയുടെ ഈ ഭാഗത്തിൽ എന്താ പറയുന്നത്? കൊണ്ട എന്ന് പറയും. കൊണ്ട. അപ്പൊ നമ്മൾ കൊണ്ടയല്ല, കൊണ്ട. അപ്പൊ കൊണ്ടയിൽ പിടിച്ചു. ഇത് അതിന്റെ അടിക്കൈ നീട്ടി വലിക്കണം. അടിക്കൈ നീട്ടി വലിക്കുക അല്ലേ? ഇത് തള്ളവല്ലിങ്ങനെ അടിയിൽ പിടിക്കണം. അപ്പം ഇത് പിടിക്കുന്നതിനൊക്കെ ഒരു രീതി ഉണ്ടെന്നേ. അപ്പൊ നമ്മൾ കൊണ്ടയിൽ പിടിച്ചു, ഈ കൈവിരലെടുത്തു, വലതുവിരൽ നമ്മൾ ഈ കൊണ്ടയുടെ അടിയിൽ പിടിച്ചു. അതിനുശേഷം അടിക്കൈ ഇങ്ങനെ നീട്ടണം അല്ലേ? അടിക്കൈ നീട്ടി വലിക്കണം. അടിക്കൈ നീട്ടി വലിക്കുക എന്നുള്ളതാണ്. ഇടി വീഴുമ്പോ വീഴണം അല്ലേ? കൊള്ളാം. അതിന്റെ പവർ എത്ര വരുന്നോ അതനുസരിച്ച്. അത്ര എളുപ്പമല്ല കേട്ടോ ഇത്, പക്ഷെ കൊള്ളാം കേട്ടോ. അപ്പൊ ഈ താളത്തിനൊത്ത് തൊഴിൽ ആടിക്കുത്തല അല്ലേ? അപ്പൊ നമ്മൾ ചുണ്ടൻ വള്ളം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു അനുഭവമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചുണ്ടൻ വള്ളം തുഴയാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കണം. ഇത് വളരെ ജീവിതത്തിലെ വലിയ അവിസ്മരണീയമായ ഒരു നിമിഷമായി ഞാൻ മനസ്സിലാക്കുന്നു. എത്രയെത്ര തുഴകൾ എറിഞ്ഞാണ് അല്ലേ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ വിസ്മയം. മനോഹരമായ ഒരു അനുഭവമാണ്. നമ്മൾ ഇത്രയും തുഴഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു ആയാസം വന്നതുപോലെ അല്ലേ? അപ്പൊ എത്ര മണിക്കൂർ തുഴയും അല്ലേ? ഇതിന് ആ ദിവസം തന്നെ മണിക്കൂറുകൾ തുഴയുന്നുണ്ടാവും അല്ലേ? ഈ കൈ ഈ വലതു ഭാഗത്ത് ഈ ഷോൾഡർ വേദനിക്കും. 5 മിനിറ്റ് നേരത്തേക്ക്, അതായത് നെഹ്റു ട്രോഫിയിലെ ആ മത്സരവേദിയിലെ 4-5 മിനിറ്റ് നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ കിലോമീറ്ററുകളോളം തുഴഞ്ഞ് പ്രാക്ടീസ്. നമ്മുടെ ഈ കൈക്കും തണ്ടയ്ക്കും എല്ലാം കഴപ്പ് വേദനയും എല്ലാം മാറ്റുന്ന രീതിയിലുള്ള പരിശീലനം സിദ്ധിച്ചെടുക്കുന്നത്. ഇത് കൊള്ളാം കേട്ടോ. എന്താ ഉല്ലാസം? ബോഡി മാത്രമല്ല, കംപ്ലീറ്റ് നമ്മുടെ കാർഡിയാക് സിസ്റ്റം, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഇതെല്ലാം വർക്ക് ചെയ്യണം. ഇതൊക്കെ തുഴയുന്നവർക്ക് ഇതൊക്കെ വർക്ക് ചെയ്യും. തുഴയാതെ തുഴഞ്ഞാൽ ഇനി ചിലപ്പോൾ പണി മുടക്കോ എന്നാണ് ആശങ്ക. അടുത്ത വർഷം ചുണ്ടല്ലേ? ഇനി അതും കൂടി ഉള്ളൂ. അത്യാവശ്യത്തിന് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് തള്ളിയും തുഴയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇത് അനുഭവമാണ്. തീർച്ചയായിട്ടും നമുക്ക് കരയിൽ നിന്ന് കാണുന്നത് പോലെയല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാര്യം ഇതിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ എന്തൊരു ഫീലാ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത്രയും അധികം അധ്വാനം ഇതിന് പിന്നിലുണ്ട്. ഇപ്പോൾ ചുണ്ടൻ വള്ളത്തിന്റെ വേഗത കൂടിയിരിക്കുന്നു. ആദ്യത്തെ വേഗതയേക്കാൾ നല്ല വേഗതയിലാണ്. അപ്പോൾ സ്വാഭാവികമായും പാട്ടും ആവേശവും കൂടി ഉണ്ടെങ്കിൽ ഈ തുഴയുടെ വേഗത എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ആ ആവേശം സ്വാഭാവികമായിട്ടും ഉച്ചസ്ഥായിയിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളിപ്പോൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയാപ്പറമ്പ് പാണ്ടി എന്ന പവർ പാണ്ടിയിൽ നമ്മളിപ്പോൾ ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ ലക്ഷ്യം? കൈനഗരി UBC-യിലേക്ക് നമ്മളെത്തും മിന്നൽ വേഗത്തിൽ. തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ആയാപ്പറമ്പ് പാണ്ടിയിലാണ്. ആയാപ്പറമ്പ് പാണ്ടിയിലെ ഇത് ബ്രേക്ക് ചെയ്യാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബ്രേക്ക് ചെയ്യുന്നു വളരെ സാവധാനം. പ്രേക്ഷകരെ, ഞാനിതിന്റെ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത്രേ. എന്താ പ്രത്യേകത ഉല്ലാസ്? താണതട്ടിലെ ആണ് ഇപ്പം ഡോക്ടർ ഇരുന്ന് തുഴയുന്നത്. അതായത് ഞാൻ ഇതിന്റെ സ്ഥലമാണത്രേ താണത്തട്ട് എന്നാണ് അറിയപ്പെടുക. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആക്സിലറേഷൻ, വേഗത കൂട്ടുന്നത്. ചുമ്മാതല്ല, ഞാൻ കുറച്ചു നേരിട്ട് വിചാരിക്കുന്നു ഈ വണ്ടിക്ക് അല്പസമയം വരെ സ്പീഡ് കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ ഇരുന്നതിന് ശേഷം സ്പീഡ് കൂടി. അതാണ്. അപ്പോ എഞ്ചിനാണ് താണത്തട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതെ, അതൊരു ഗംഭീരമാണ്. പക്ഷേ ഒരു 10 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തുഴഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു ചെറിയ ഒരു സുഖമുണ്ട് കേട്ടോ. നല്ല സുഖമാണ് ഈ ഭാഗത്ത്. ആണോ? അതുകൊണ്ട് അതും കച്ചവടമാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ചുണ്ടൻ വള്ളത്തിലുള്ള നമ്മുടെ യാത്ര വേഗം വർദ്ധിക്കുകയാണ്. നോക്കൂ, ഒരു പ്രത്യേക താളത്തിൽ നമ്മളുടെ ഈ തുഴച്ചിലിന്റെ വേഗവും ശക്തിയും ഉണ്ടാകുന്നു. താണത്തട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ശക്തമായി തന്നെ തുഴയെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൈനഗരിയിലേക്കാണ് നമ്മുടെ യാത്ര. കൈനഗരിയിലെ UBC മങ്കൊമ്പ് തെക്കേക്കരയിലെ ബോട്ടിംഗ് ക്ലബ്ബ് ഈ തവണ മലർത്തിയടിക്കുമോ എന്ന ചോദ്യം ഇനി മണിക്കൂറുകൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ.